നീതീകരണം തുടക്കമാണെങ്കിൽ വിശുദ്ധീകരണം തുടർച്ചയാണ്. നീതീകരണം ഒരുവനെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ വിശുദ്ധീകരണം ഒരുവനെ നീതിമാൻ ആക്കുന്നതാണ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് പാപസംബന്ധമായ മരണമാണ് വിശുദ്ധീകരണം. പിന്നീട് നമ്മൾ തേജസ്കരണം എന്ന് പറയുന്ന ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. നീതീകരണം തുടക്കവും വിശുദ്ധീകരണം തുടർച്ചയും, തേജസ്കരണം അതിൻ്റെ ഒടുക്കവുമാണ്. ആമേൻ. തേജസ്, മഹത്വം എന്നീ രണ്ട് പദങ്ങൾ പ്രധാനമായും പഴയ പുതിയ നിയമങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. തേജസ്, മഹത്വം എന്നീ രണ്ട് പദങ്ങൾക്ക്, തേജസ്കരണം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ തേജസ്, മഹത്വം എന്നീ രണ്ട് പദങ്ങളുടെ അർത്ഥം ഡിക്ഷണറി മീനിങ് ആണ് പറയുന്നത്. സൗന്ദര്യം, ശരീരകാന്തി, കീർത്തി. സൗന്ദര്യം, ശരീരകാന്തി, കീർത്തി. ഇപ്പൊ തേജസ്കരണം എന്ന് പറയുമ്പോൾ നമ്മെ അവൻ്റെ സൗന്ദര്യത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. നമ്മെ അവൻ്റെ ശരീരകാന്തി അണിയിക്കുക എന്നുള്ളതാണ്. നമ്മെ അവൻ്റെ കീർത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ നമ്മൾ പ്രധാനമായും ബേസ് ചെയ്തത് റോമലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അവിടെ തേജസ് വിചാരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. തേജസ് വിചാരിച്ചില്ലെങ്കിൽ കഷ്ടങ്ങൾ നമുക്ക് വലുതായിരിക്കും. തേജസ്സിനെ വിചാരിച്ചാൽ തേജസ് ആയിരിക്കും നമുക്ക് വലുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. സ്തോത്രം. ഭയങ്കര കഷ്ടതയാണ് പൗലോസ് അനുഭവിച്ചത്. 1 കുറയ 40 അടി 5 വട്ടം, 1 കുറയ 40 അടി 5 വട്ടം, 3 വട്ടം കോലിനാൽ, പിന്നെ കല്ലേറ്, പിന്നെ കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, നഗ്നത, പട്ടിണി, പൈതാഹം, ആപത്ത്, വാള്, ഇതെല്ലാം അനുഭവിച്ചു. ഇതെല്ലാം അനുഭവിച്ച പൗലോസ് ലീഗ തേജസ്സുമായി അതിനെ തുലനം ചെയ്തപ്പോൾ പൗലോസ് പറഞ്ഞേ നൊടി നേരത്തേക്കുള്ള ലഘുവായി. ഒരു പുരുഷായുസ് മുഴുവൻ ഇത്രയും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ 1 കുറയ 40 അടി, ഒരു പ്രാവശ്യം കർത്താവായ യേശുവിന് 1 കുറയ 40 അടി കൊണ്ടപ്പോൾ അവൻ്റെ ശരീരം ഉഴവ് ചാല് പോലെ കീറി, അവൻ്റെ അസ്ഥികളൊക്കെയും എണ്ണാം. ഇങ്ങനെ 5 വട്ടം പൗലോസിന് അടികൊണ്ടു. പൗലോസിനെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ബ്രാക്കറ്റ് പോലെയുള്ള കാലും കൂടിച്ചേർന്ന പുരികവുമുള്ള മനുഷ്യനായിരുന്നു പൗലോസ്. ഈ ശരീര പ്രകൃതിക്കകത്താണ് ഇത്രയും അടികൾ കൊണ്ടത്. എൻ്റെ ചിന്തയിൽ വടുക്കൾ ഇല്ലാത്ത ഒരു ഇടം പോലും പൗലോസിന്റെ ശരീരത്ത് ഇല്ലായിരുന്നു. കല്ലേറ് കൊണ്ട് മരിച്ചെന്നും കരുതി കൊണ്ടൊന്നും ചണ്ടിക്കൂമാരത്തിലിട്ടു. ശിഷ്യന്മാർ വന്ന് ചുറ്റും നിൽക്കുകയിൽ, ജീസസ്, ശിഷ്യന്മാർ വന്ന് ചുറ്റും നിൽക്കുകയില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ചിന്ത ചുറ്റും വന്ന് നിന്ന് അയ്യോ, ശിഷ്യന്മാർ വന്ന് ചുറ്റും നിന്നെന്ന് പറയും. നമ്മൾ ചിന്തിക്കുന്നത് അന്നേരെ പറഞ്ഞ അങ്ങോട്ടെങ്ങും നേരെ ചൊവ്വേ ജീവിച്ചായിരുന്നു, ഇപ്പൊ കണ്ടില്ലയോ. ശിഷ്യന്മാർ ചുറ്റും നിന്നെന്ന് പറഞ്ഞാൽ അവരങ്ങനെ നിന്നെന്നല്ല അതിൻ്റെ അർത്ഥം. ശിഷ്യന്മാർ എവിടെയെല്ലാം ചുറ്റും നിന്നിട്ടുണ്ടോ, അവരൊന്നിച്ച് നിന്നിട്ടുണ്ടോ, അവിടെയൊക്കെ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഇരുന്ന സ്ഥലം പോലും കുലുങ്ങി, മഹാസന്തോഷം ഉണ്ടായി. പ്രശ്നങ്ങളൊക്കെ പക്ഷെ ഒന്നിച്ചു വന്നാൽ കാരാഗ്രഹം തുറക്കും, ചങ്ങല പൊട്ടും. ഹലോ, 1-ാം വാതിലും 2-ാം വാതിലും 3-ാം വാതിലും തുറക്കും, മറുപടി ഇങ്ങ് വാതൊക്കെ വരും. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ശിഷ്യന്മാർ ചുറ്റും നിന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ അയ്യോ പറയാൻ വേണ്ടി നിന്നെന്നല്ല അതിൻ്റെ അർത്ഥം. ശിഷ്യന്മാർ ചുറ്റും നിന്നെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തെ പിടിച്ചിറക്കുന്ന പ്രാർത്ഥനയായിരുന്നു. ആമേൻ. മരിച്ചു എന്ന് തോന്നിയതല്ല. അവരത്ര പൊട്ടന്മാരൊന്നുമല്ല മരിച്ചു എന്ന് കരുതി കൊണ്ടെന്ന് ചണ്ടിക്കുമാരത്തിൽ കളഞ്ഞിട്ടങ്ങ് പോകാൻ. അവർ വിദ്വാൻമാരാ. ആമേൻ. അവർ മരിച്ചെന്ന് കരുതിയല്ല മരിച്ചതാ. ഹലോ, ഞാൻ അങ്ങനെ തന്നെ പ്രസംഗിക്കും. പൗലോസ് മരിച്ചത് അവർക്ക് ഉറപ്പായിരുന്നു മരിച്ചെന്ന്, അല്ല പിന്നെ കൊണ്ട കളയത്തൊന്നുമില്ല, ഉറപ്പായിരുന്നു മരിച്ചെന്ന്. പക്ഷെ എങ്ങനെയാ തിരിച്ചു ചാടി എഴുന്നേറ്റത്? ചുറ്റും നിൽക്കുകയിൽ. ഇന്നും ആ വിധത്തിൽ ചുറ്റും നിൽക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരുണ്ടെങ്കിൽ മരിച്ചു കിടക്കുന്ന പൗലോസുമാർ ചാടി എഴുന്നേൽക്കും. സ്തോത്രം. അപ്പൊ ഈ ശരീരപ്രകൃതിക്കകത്താണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇത്രയും അനുഭവിച്ച മനുഷ്യൻ പറയാം നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, നൊടി നേരത്തേക്കുള്ള ലഘുവായ തേജസ്സിന്റെ അത്യന്തം അനവധി തേജസ്സിന്റെ ഈ നൊടി നേരം എന്ന് പറയുമ്പോൾ, നൊടി നേരം 1 സെക്കൻഡിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അതിൽ ഒരു ടൈമാണ് നൊടി നേരം. ഈ ജീവകാലം മുഴുവൻ അനുഭവിച്ച കഷ്ടതയെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളായിരുന്നു. ഏതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ
തേജസ്സുമായി. ഇതായിരുന്നു പൗലോസിന് കിട്ടിയ ബോധ്യം. നമ്മൾ ചിന്തിച്ചത്, പൗലോസേ നീ തേജസ് കണ്ടോ? അതിനു മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം, തേജസ്സിനെ കുറിച്ച് നമുക്ക് വലിയ വെളിപ്പാടൊന്നും ഇല്ലേലും ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് ഭയങ്കര വെളിപ്പാടാണ്. പട്ടിക്കും പൂച്ചയ്ക്കും വരെ തേജസ്സിന്റെ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് മാത്രം കിട്ടിയിട്ടില്ല. ആർക്ക് വേണം തേജസ്സിന്റെ വെളിപ്പാട്? ഇത് പഴയ കുറെ അപ്പച്ചന്മാർക്കൊക്കെ കിട്ടിയ സാധന. ഏതാ തേജസ്സിന്റെ വെളിപ്പാട്? ഇന്നത്തെ തലമുറയോട്, ഇന്നത്തെ സഭകളോടും തേജസ്സിന്റെ വെളിപ്പാടിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒരാൾ ജെറുസലേമിൽ ചെന്ന് ഹോളി ലാൻഡ് കാണാൻ പോയിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു, ഓ ബൈബിളിൽ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. അവിടെ ചെന്നപ്പോഴേ പുള്ളിക്ക് മനസ്സിലായത് ഈ പറയുന്നതൊക്കെ ഇത് അതിൻ്റെ കാര്യം. ഹലോ, പട്ടിക്കും പൂച്ചയ്ക്കും വരെ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്, തേജസ് ഉണ്ടാകാൻ പോകുന്നു, തേജസ് ഉണ്ടാകാൻ പോകുന്നു. പക്ഷെ നമുക്കിത് കിട്ടിയിട്ടില്ല. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ജീവജാലങ്ങൾ അവ കാത്തിരിക്കുക. എന്തുകൊണ്ട് അവ കാത്തിരിക്കുന്നു? അവയുടെ ദ്രവത്വത്തിൽ നിന്ന് അവയ്ക്ക് വിടുതൽ ഉണ്ടാകണമെങ്കിൽ ദൈവമക്കൾ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. പകൽ വിശദീകരിച്ച ദൈവമക്കൾ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിൽ വന്നാൽ സൃഷ്ടിയുടെ ദ്രവത്വത്തിൽ നിന്ന് അവയ്ക്ക് വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അമ്മാമ്മ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പകൽ നമ്മൾ പറഞ്ഞത് കൂട്ടിക്കിടന്ന് പട്ടി പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവ്, ഇന്നേലും അമ്മാമ്മയ്ക്കൊരു വെളിപ്പാട് കിട്ടിയിരുന്നെങ്കിൽ. പട്ടി വരെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഈ സാധനം. അത് 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമാണ്. ആമേൻ. നമ്മൾ പറഞ്ഞത്, അവസാനം പറഞ്ഞു നിർത്തിയത്, നാം തേജസ് പ്രാപിച്ചു വരുമ്പോൾ മാറ്റമുണ്ടാകുന്നത് മൃഗങ്ങൾക്കാണ്. സഹസ്രാബ്ദ വാഴ്ച ചെല്ലുമ്പം കുഞ്ഞുങ്ങൾ ചെന്ന് സർപ്പത്തിന്റെ പൊത്തി കൈയിടും. ഒത്തിരി പുള്ളികളെ കൊന്ന സർപ്പമാണ് ഇപ്പൊ പൊത്തിലുണ്ട്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ ചെന്ന് അതിനകത്ത് കൈയിട്ടപ്പോൾ മറ്റേ പുള്ളി അനങ്ങാതങ്ങിയിരിക്കുക. കടിക്കണ്ടായോ? അവയുടെ ദ്രവത്വം പൊട്ടിപ്പോയി. സിംഹം കാള പോലെ ആടിനെ തിന്നാൻ പറ്റത്തില്ല, തോന്നുന്നില്ല, പറ്റത്തില്ല, വന്യത പോയി. ഞാൻ പറയാം, ഏദനിൽ പാപം ഉണ്ടായപ്പോ മൃഗങ്ങളിലേക്ക് വന്നതാണ് വന്യത. അതുവരെ വന്യതയില്ലായിരുന്നു. തിരികെ പാപത്തിന് പരിഹാരം വരുത്തി പാപത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയപ്പോൾ മൃഗങ്ങളിൽ വ്യാപരിച്ച വന്യതയും മാറിപ്പോയി. ആമേൻ. സ്തോത്രം. നമ്മൾ ചിന്തിച്ചത് പൗലോസ തേജസ് കണ്ടു. പൗലോസ തേജസ് കണ്ടു. സ്തോത്രം. എവിടെ ചെന്ന് കണ്ടു? 3-ാം സ്വർഗത്തോളം. നമ്മൾ അതിൽ ചിന്തിച്ചത് 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. സ്വർഗം, സ്വർഗാദി സ്വർഗം, അത്യുന്നത സ്വർഗം. ശലോമോൻ പറയുന്നു, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുന്നില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തു താതൻ സന്നിധിയിൽ എൻ പേർക്ക് സദാ പക്ഷപാതം ചെയ്യുന്നവനായി ഇരിക്കുന്ന സ്ഥലം സ്വർഗമല്ല, സ്വർഗാദി സ്വർഗവുമല്ല. എഫേസ്യർ 4:10 സ്വർഗാദി സ്വർഗത്തിനും മീതെ. അപ്പൊ സ്വർഗാദി സ്വർഗത്തിനും മീതെ ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരാണ് അത്യുന്നത സ്വർഗം. ഈ 3-ാം സ്വർഗത്തിലാണ് പൗലോസ് എത്തി നിന്ന് തേജസ് കണ്ടത്. അവിടെ 3-ാം സ്വർഗത്തെക്കുറിച്ച് സ്തോത്രം, നമ്മൾ 3-ാം സ്വർഗവും പ്രാർത്ഥനയുമായി കണക്ട് ചെയ്താണ് ചില കാര്യങ്ങൾ അവസാനമായി നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. ശരിക്കും സ്വർഗം മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയെ ഒരുത്തനും തടയാൻ കഴിയത്തില്ല, ഒരുത്തനും തടയാൻ കഴിയത്തില്ല, ഒരുത്തനും തടയാൻ കഴിയത്തില്ല. അവിടെ നടക്കുന്ന ചില പ്രോസസ്സുകളുണ്ട്. ആമേൻ. പ്രാർത്ഥനകൾ പ്രത്യേക സ്വർണ്ണ ധൂപകലശങ്ങളുടെ അകത്ത് ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. അത് ദൈവം ചില പ്രത്യേക മേഖലകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു സമയം പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടേണ്ടുന്ന സമയം ദൂതൻ അതിനെ കയ്യിലെടുക്കും. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുക്കും. ധൂപവർഗം പ്രാർത്ഥന നിറഞ്ഞ ധൂപകലശത്തിനകത്ത് വീണ് കഴിയുമ്പോൾ ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് എങ്ങോട്ട് കയറും? ദൈവസന്നിധിയിലോട്ട് കയറും. ദൈവസന്നിധിയിലോട്ട് കയറി കഴിയുമ്പോൾ അടുത്തത് യാഗപീഠത്തിന്റെ കനലുകൾ അതിനകത്തേക്ക് നിറച്ചിട്ട് ധൂപകലശം ദൂതൻ എടുത്ത് എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് എറിയും. ഉടനെ 4 സംഭവങ്ങൾ അകമ്പടി അവയെ സേവിക്കുന്നു. ആ മറുപടിയെ 1 ഇടിമിന്നൽ, നാദം, മിന്നൽ,
ഭൂകമ്പം. അമേൻ. ഇത്രയും കാര്യങ്ങളുമായി വെളിപ്പെട്ടു വരുന്ന പ്രാർത്ഥനയുടെ മറുപടികളെ തടയാൻ ഉലക ചരിത്രത്തിൽ ഇതുവരെ ഒരു സാധാന്യ മണ്ഡലം എഴുന്നേറ്റിട്ടില്ല. പിടികിട്ടുന്നുണ്ടെങ്കിൽ ആമേൻ പറ. അമേൻ. സ്തോത്രം. ഇങ്ങനെ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും സുരക്ഷിതമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, അവയുടെ മറുപടികൾ സുരക്ഷിതമാണ്. അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് ഈ രാത്രിയിൽ അതിന്റെ അനന്തര ചിന്തകളിലേക്ക് പ്രവേശിക്കുക. അപ്പൊ പൗലോസ് മൂന്നാം സ്വർഗത്തോളം എത്തി നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് കണ്ടു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് കണ്ടു. ശ്രദ്ധിക്കണേ, സഭ രണ്ടുണ്ട്. സഭ രണ്ടുണ്ട്. സഭ രണ്ടുണ്ട്. ഏതാ രണ്ട് സഭ? ഞാൻ ചർച്ച പുകാടുകാരനും നിങ്ങൾ ഏജിക്കാരുമാണ്. അപ്പൊ നമ്മൾ തമ്മിൽ കൂടിയാൽ രണ്ടാകും. അങ്ങനാണോ? അല്ല. സഭ രണ്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ദൃശ്യ സഭ, രണ്ട് ഏതാ ദൃശ്യ സഭ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുകയും കഴുകൽ പ്രാപിക്കുകയും അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും ചെയ്യുന്ന നാം ആകുന്നു ദൃശ്യ സഭ. ഏതാ അദൃശ്യ സഭ? നമുക്ക് മുൻപേ കാലയവനികയുടെ അകത്തേക്ക് പോയി മറയുകയും ഇപ്പോൾ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർ, അവരാണ് അദൃശ്യ സഭ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷതയിൽ ഈ രണ്ടു കൂട്ടത്തിനാണ് പങ്കാളിത്തം ഉണ്ടാകുന്നത്. ഏതൊക്കെ? ഒന്ന് ദൃശ്യ സഭ, രണ്ട് അദൃശ്യ സഭ. അവിടെ സ്തോത്രം 1 തെസ്സലോനിക്ക ലേഖനം 4:16 വായിക്കുമ്പോൾ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആരാ മുൻപേ ഉയർക്കുന്നത്? ഒരുമിച്ച് പറ. ക്രിസ്തുവിൽ മരിച്ചവർ. ഓ മൈ ഗാഡ്. ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുമ്പോൾ സ്തോത്രം, ക്രിസ്തുവിൽ എങ്ങനെ മരിക്കാൻ കഴിയുന്നു? ക്രിസ്തുവിൽ എങ്ങനെ മരിക്കാൻ കഴിയും? ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചാൽ പോരാ, ക്രിസ്തുവിൽ ജീവിക്കണം. ഇങ്ങനെ ക്രിസ്തുവിൽ ജനിച്ച് ജീവിക്കുന്നവന് ക്രിസ്തുവിൽ മരിക്കുന്നത്. ഞാൻ പറയാം, നല്ല അടക്കമല്ല വിഷയം, നല്ല ഒടുക്കമാ വിഷയം. ഒത്തിരി ആളുകൾക്ക് നല്ല അടക്കമുണ്ട്, പക്ഷെ നല്ല ഒടുക്കമില്ല. എന്നെ സെറ്റപ്പാന്നറിയാം അടക്കാൻ നേരത്ത്. അയ്യോ, ബാൻഡ് സെറ്റ്, കൊയറ് ഭയങ്കര സെറ്റപ്പാ. കണ്ടിട്ടില്ലേ ബാൻഡ് സെറ്റും കൊയറും ഒക്കെ? ബാംഗ്ലൂരും കാണത്തില്ല. കണ്ടിട്ടുണ്ടോ എന്നെങ്കിലും? പിന്നെ നാട്ടിലൊക്കെ അങ്ങ് ഭയങ്കര സെറ്റപ്പ് അല്ലേ? ഒരു സൈഡിൽ കൂടെ ബാൻഡ് സെറ്റ് അടിച്ചു പോകുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ കൊയർ പാടി പോവുക. അതിന്റെ ഋതമൊക്കെ കേട്ടിട്ടില്ലേ? ഈ പോസ്റ്റിന്റെ അടുത്ത് ഡും എന്ന് കേട്ടാൽ അടുത്ത ഡും കേൾക്കുന്നത് അടുത്ത പോസ്റ്റിന്റെ അടുത്താ. ബാക്കി മുഴുവൻ സമയത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നിൽക്കുക. കേട്ടിട്ടില്ലേ? കൊണ്ടുപോകുന്ന പോക്കിലെ പാട്ട് കേട്ടിട്ടില്ലേ? പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ, എത്തുന്നേ ഞാനും താതന്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാൻ. ഇപ്പൊ എത്തുന്നു പറഞ്ഞേ പോന്നേ. ഹലോ, അവസാനം ആ കുഴിയിലോട്ട് കൊണ്ട് ഇറക്കി വെച്ചിട്ട് കെട്ടി ഇറക്കിയ 3 കയറും കുഴിക്കകത്തോട്ട് ഇട്ടിട്ട് അവസാനം ഉപദേശി പാടുന്ന ഒരു പാട്ടുണ്ട്. പേർ വിളിക്കും. എന്നെ ഭക്തിയാണെന്നറിയോ? എടാ, ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിൽ മരിക്കണം. ആര് മരിച്ചാലും ഈ പാട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ലോക്കൽ പാസ്റ്ററായി ഞാൻ പോരാഞ്ഞിട്ട് ഡിസ്ട്രിക്ട് പാസ്റ്ററെ കൊണ്ടുവന്നു. ഡിസ്ട്രിക്ട് പാസ്റ്ററെ വിളിച്ചു കഴിഞ്ഞപ്പോഴാ വീട്ടുകാർ ചിന്തിച്ചത് പുള്ളിയും പോരാ, ഓവർസിയർ വേണം. അപ്പോൾ ഓവർസിയർ വന്നു. ഓവർസിയറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ചിന്തിച്ച്, എടാ ഇവിടം കൊണ്ടും പോരാ, ഞങ്ങളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് ജനറൽ ഓവർസിയർ തന്നെ. എടാ, ലോക്കൽ പാസ്റ്റർ അടക്കിയാലും ഡിസ്ട്രിക്ട് പാസ്റ്റർ അടക്കിയാലും ഓവർസിയർ അടക്കിയാലും അമേരിക്കയിൽ നിന്ന് ജനറൽ ഓവർസിയർ വന്ന് അടക്കിയാലും, ഹലോ, ക്രിസ്തുവിൽ മരിച്ചില്ലെങ്കിൽ ഭയങ്കര കഷ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ശാസ്താംകോട്ട ചർച്ചകളിലെ പാസ്റ്റർ ആയിരുന്നത് കൊണ്ട് എനിക്ക് രജി ശാസ്താംകോട്ട എന്ന് പേര് തന്നെ. ഞാനിത് പറഞ്ഞങ്ങ് മടുത്തു.
ചില ശാസ്താംകോട്ട എവിടെ വീട്? സ്വതന്ത്രം. അപ്പം ഞാൻ ഈ ഹിസ്റ്ററി മൊത്തം പറയേണ്ടതായിട്ട് വരും. അപ്പം ഇനി ദൈവത്തിൻ്റെ പദ്ധതി എന്തുവാന്നാ? അപ്പോൾ ഈ ശാസ്താംകോട്ടയിലെ ആളുകൾക്ക് ഈ അടക്കത്തോട് ഭയങ്കര ബാൻഡ് സെറ്റും കൊയറും ഒക്കെ അടിക്കാൻ കൊണ്ടുപോവുക. ഈ പെട്ടി കിടക്കുന്ന പുള്ളിയെ, കുട്ടപ്പനായി കിടക്കുന്ന പുള്ളി ഒന്ന് മനസ്സിലാക്കുമ്പോഴാണ് രസം അറിയുന്നത്. കഞ്ചാവ് അടിച്ച് കവലെ കിടന്ന് വട്ട് കളിച്ചതിന് നാട്ടുകാർ തല്ലിക്കൊന്ന് കടത്തിണ്ണയിലിട്ട പുള്ളിയെ ശാസ്താംകോട്ട പോലീസ് എടുത്തു കൊണ്ടുവന്ന് കൊല്ലം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അകത്തുള്ളതെല്ലാം പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചു കൊടുത്ത് മൂക്കി 2 പഞ്ഞിയും വെച്ച് താടിക്കൊരു കെട്ടും കെട്ടി വെള്ള ഷർട്ട് വിട്ട് വെള്ളമുണ്ട് കൊടുത്ത് പെട്ടിക്കകത്ത് കുട്ടപ്പനാക്കി കിടത്തി കഴിഞ്ഞപ്പോൾ പാടുക ഇപ്പം സ്വർഗരാജ്യത്ത് ചെല്ലുമെന്ന്. എവിടെ ചെല്ലുമെന്ന് ഈ പറയുന്നത്? ഹലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ദൈവസഭയ്ക്കകത്ത് വരികയും ഏടാകൂടം കാണിക്കുകയും ചെയ്യുന്ന പുള്ളി മരിച്ചാലും ഇതൊക്കെ ചെയ്യത്തില്ലേ? പേർ വിളിക്കുന്ന നേരം എവിടെ കാണുമെന്ന്. ഞാൻ എൻ്റെ ചർച്ചയിൽ ഒരു ആരാധനയ്ക്ക് പോലും സംബന്ധിക്കാത്ത ഒരു പുള്ളിയെ ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കിയിട്ടുണ്ട്. പുള്ളിയുടെ 5 മക്കൾ ഞങ്ങളുടെ സഭയിൽ, അവരുടെ കുടുംബങ്ങളും. ഈ അച്ചായൻ്റെ അമ്മാമ്മയും ചർച്ചിൽ. ഈ പുള്ളി മാത്രമേ, പുള്ളി ചർച്ച് കോമ്പൗണ്ടിൽ കയറിയിട്ടുള്ള എന്നെ ചീത്ത പറയാൻ വേണ്ടിയാണ്. കാരണം പുള്ളി ഈ ആരാധനയൊക്കെ കേൾക്കുമ്പോൾ പുള്ളി ഈ അന്വേഷണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തകർത്തങ്ങ് ആരാധിക്കുമ്പോൾ ഇദ്ദേഹം കേൾക്കുന്നത് എന്നറിയോ? വെട്ടിക്കൊല്ലും കുത്തിക്കൊല്ലും എന്നൊക്കെയാണ്. ഈ പുള്ളി ചോദിക്കുന്ന, എടാ നീയാണോടാ വെട്ടിക്കൊല്ലാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ചീത്ത പറയാൻ കയറിയിരുന്നത്. ഈ പുള്ളി ചത്തുപോയി. എന്തോ ചെയ്യാൻ പറ്റും? അടക്കേണ്ടിയോ? എല്ലാ പരിപാടിയും കഴിഞ്ഞ് പെട്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഈ അച്ഛൻ രക്ഷിക്കപ്പെട്ടയാളോ വീണ്ടും ജനിച്ച ആളോ സ്നാനപ്പെട്ടയാളോ ദൈവവചന പ്രകാരം ജീവിച്ച ആളോ അല്ല. ഇത് ഞങ്ങൾ ചെയ്യാൻ പെട്ടുപോയത് കൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ യോഗ്യത അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. ഈ പുള്ളിയെ കൊണ്ട് അടക്കാൻ നേരത്തും പേർ വിളിക്കുന്ന നേരം പേരും കാണുമെന്നും പറഞ്ഞ പാടിയെ. ഞാൻ പറയാം, അത് കാണുമെന്നും പറഞ്ഞാണോ? നേവർ. ഈ നിങ്ങൾ സിയോങ്കിതാവിൽ കണ്ടിട്ടില്ലേ? സിയോങ്കിതാവിൽ അതിനകത്ത് എന്ന രീതി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? ഇതൊരു രീതിയാ, അല്ലാതെ ഉയർക്കുമെന്നും പറഞ്ഞൊന്നുമല്ല. ഇത് ഒരു രീതിയാ. പക്ഷെ ഒരു അച്ഛനെ സംഭവിച്ചല്ലോ, അച്ഛനെ സന്തോഷിപ്പിക്കുന്ന പാട്ട് തപ്പി സിയോങ്കിതാവിൽ 1950 പാട്ടും തപ്പിയിട്ട് അച്ഛനെ സന്തോഷിപ്പിക്കുന്ന പാട്ട് കിട്ടിയില്ല. ഒടുവിൽ അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ? സ്വത്ര ഒരു പാട്ടും എടുത്ത് വെച്ച് ഇങ്ങനെ അച്ഛൻ്റെ ഊഴം വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് അച്ഛനങ്ങ് പാടി, യേശു മഹോന്നതനെ മഹോന്നതനെ എന്ന രീതി എന്ന് പാടി കഴിഞ്ഞപ്പോഴേ അച്ഛൻ അറിഞ്ഞത് അത് പാട്ടല്ല എന്ന രീതിയാ. അപ്പൊ ഇതുപോലെ എടാ, ആരെ പെന്തക്കോസുകാർ അടക്കിയാലും പേർ വിളിക്കുന്ന നേരം കാണും എന്ന് പറയുന്നത് രീതിയാ. മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ട് ഇവന്റെ പേര് വിളിക്കുമെന്ന് അതിനർത്ഥമില്ല. ഇങ്ങനെ പാടിയില്ലേ ജോഷുവ? പുത്തൂരുകാർ പറയത്തില്ലയോ റജിപ്പാസക്ക് ശുശ്രൂഷിക്കാൻ അറിയത്തില്ലെന്ന്? അപ്പൊ അതുകൊണ്ട് എന്ന രീതി അത്രേ ഉള്ളൂ. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ സമയാന്തരം പാടി അടക്കുക എന്നല്ല. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതല്ലയോ വിഷയം. എങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്നേ? ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കന്യകമാരുടെ ഉപമയിൽ കർത്താവ് 2 കൂട്ടരെ കുറിച്ച് പറയുന്നു. ഒന്ന് ബുദ്ധിയുള്ളവർ, 2 ബുദ്ധിയില്ലാത്തവർ. എല്ലാവരും വിളക്കിൽ എണ്ണ എടുത്തു. മണവാളം വരുമെന്ന് പറയുന്ന സമയത്തൊന്നും മണവാളം വന്നില്ല. എന്താ വെച്ചാൽ 5 വിളക്കല്ല 10 വിളക്കും കരിന്തിരി കത്തി. ഇവിടുത്തെ കുഴപ്പക്കാര് ആരാ? മണവാട്ടിമാരോ അതോ മണവാളനോ? എൻ്റെ ഭാഷ പറഞ്ഞ മണവാളൻ. എടാ, വിളക്കിലെ കൊള്ളാവുന്ന എണ്ണയല്ല കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. വരാമെന്ന് പറയുന്ന സമയത്ത് വന്നായിരുന്നേ വല്ല കുഴപ്പമുണ്ടായിരുന്നു. വരുമെന്ന് പറഞ്ഞ സമയത്ത് വരാഞ്ഞിട്ടല്ലയോ എണ്ണ തീർന്നു പോയെ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, വേറൊരു കൂട്ടർ വിളക്ക് മാത്രമല്ല എടുത്ത്, വിളക്കോട് കൂടെ പാത്രത്തിൽ, അതുകൂടെ പറ, വിളക്കിലെ എണ്ണ. ആമേൻ. വിളക്കിലെ എണ്ണ എന്തുവാ?
അതാ വിഷയം. വിളക്കിലെ എണ്ണ എന്ന് പറയുന്നത് പരസ്യ ജീവിതമാണ്. നമ്മൾ ഞായറാഴ്ച ഇങ്ങോട്ട് വന്നിട്ട് വൈപ്പർ കളിക്കത്തില്ലേ? ഇത് കാണുമ്പം അയ്യോ എന്നാ ആത്മീയതയല്ലേ. ഞായറാഴ്ച നീ ആരാധിക്കുന്ന ആരാധന കാണുമ്പോഴാണ് നീ ആത്മീയനാണെന്ന് അടുത്തിരിക്കുന്ന പറയുന്നത്. ഇതിന്റെ പേരാ വിളക്കിലെ എണ്ണ. എന്റെ ഭാഷ പറഞ്ഞാൽ പരസ്യ ജീവിതം. പക്ഷെ പാത്രത്തിലെ എണ്ണ പാസ്റ്റർ കാണത്തില്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കാണത്തില്ല, വീട്ടുകാർ കാണത്തില്ല. അത് നീയും ദൈവവുമായിട്ടുള്ള ഇടപാട്, രഹസ്യ ജീവിതമാണ്. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ വാക്കി പറഞ്ഞാൽ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും ഒരുപോലെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഹലോ, വിളക്കിലെ എണ്ണ വേണം. ഇങ്ങനെ ജീവിക്കുന്നവനെ ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ. ഓ ജീസസ്. വിളക്കിലെ എണ്ണ എണ്ണയുള്ളത് കൊണ്ട് കത്തും, എല്ലാവരും കാണും. പാത്രത്തിലെ എണ്ണ കത്തുന്ന എണ്ണയല്ല. ജീസസ്. അതൊരു കരുതലായിട്ട് കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. ഇതാരും കാണിക്കാൻ വേണ്ടിയല്ല, അതൊരു കരുതലാ. ഇതിന്റെ പേരാ രഹസ്യ ജീവിതം. ഞായറാഴ്ച ബേഥേലേജിയുടെ ഇത്രയും ഏരിയയിൽ കോമ്പൗണ്ടിൽ നീ പരമഭക്തനായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ എവിടെയാ? ഞായറാഴ്ചത്തെ ഭക്തി ആർക്കാ പറ്റാത്തെ? ബാക്കിയുള്ള 6 ദിവസത്തെ ഭക്തി ഏതാ? ഇത് രണ്ടും കൂടെ ചേരുമ്പോഴല്ലേ പരസ്യ ജീവിതവും രഹസ്യ ജീവിതമാകുന്നത്. ഇങ്ങനെ ജീവിക്കുന്നവൻ അല്ലേ ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ? ഇങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ അല്ലേ ക്രിസ്തുവിൽ മരിക്കുന്നവൻ? ഇങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവനല്ലേ കർത്താവിന്റെ വരവിൽ ഉയർക്കുന്നത്? ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ. ഞാൻ 3 ശബ്ദത്തെ ഒറ്റ വാക്കിലൊന്ന് പറയാം. ആശീർവാദം പറയുമ്പോൾ 3 ഹല്ലേലൂയ പറയും. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ 3 ഹല്ലേലൂയ? ഞങ്ങളുടെ ചർച്ചിൽ 3 ഹല്ലേലൂയാണ് പറയുന്നത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെയും. അപ്പൊ എന്തൊക്കെ പറയുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊരു ഋതമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ 3 ഹല്ലേലൂയ? നോർമലി പറയുന്ന ഒന്ന് പിതാവിന്, ഒന്ന് പുത്രന്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ആഴ്ചയിലും 3 ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം കയ്യെ നോക്കിയത്. ഞാൻ 3 ഹല്ലേലൂയ എല്ലാ ആഴ്ചയിലും പറഞ്ഞിട്ടുണ്ട്. തന്നട മോരല്ലേ? ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ പറയാതിരുന്നിട്ടുണ്ട്. ഒരുത്തൻ 2 എണ്ണം പറഞ്ഞു നിന്നോട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാണ് ഇത് പോകുന്നതെങ്കിൽ ഒരുത്തൻ 2 പറഞ്ഞാൽ ഒന്ന് പിതാവിനും കിട്ടി, ഒന്ന് പുത്രനും കിട്ടി, പരിശുദ്ധാത്മാവിനോ കിട്ടിയില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യും? ദുഃഖിക്കും. അത് പറയുന്നത് എനിക്കറിയാം. എടാ, നമ്മുടെ പിള്ളേരെ പോലെ നീ ഒരു ഹല്ലേലൂയ കുറച്ചാ പറഞ്ഞെന്നും പറഞ്ഞ് മൂലെ പോയി പിണങ്ങിയിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പോലെയുള്ള ഒരുത്തനല്ല. നമ്മൾ 3 ദൈവത്തെ അല്ല ആരാധിക്കും, നമ്മൾ 3 ഏക ദൈവത്തെ ആരാധിക്കും. നീ 1 പറഞ്ഞാലും 2 പറഞ്ഞാലും 3 പറഞ്ഞാലും ദൈവത്തിന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാ 3 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതി എന്നുള്ളതേ ഉള്ളൂ. അമ്മേ, ഇതുപോലെ ഒരു ശൈലി അല്ല. നമ്മുടെ അപ്പന്മാര് പറഞ്ഞു 3 ഹല്ലേലൂയ പറ മക്കളെ എന്ന് പറഞ്ഞു. നമ്മൾ പറയുന്നു അല്ല, എന്തോ ഇതുപോലൊരു ശൈലി അല്ല ഈ കാഹളം. 3 നാദം. അതിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവ് തൻ ഗംഭീര നാദം. എന്തിനാണ് ഇത്? ദൈവത്തിന്റെ ആജ്ഞയുടെ ശബ്ദം. ഈ ശബ്ദം കേൾക്കുമ്പോഴാണ് ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്നത്.
ഓ ജീസസ്. എന്നിലെ പ്രധാന ദൂതന്റെ ശബ്ദം ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരെ അന്തരീക്ഷ മണ്ഡലത്തിൽ കോട്ട കെട്ടി തടയാൻ ദുരാത്മ വ്യാപാരങ്ങൾ അണിനിരക്കുമ്പോൾ ക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ അവരെ ഒടുക്കിക്കളയുമെന്ന വചനം പോലെ പുനരുത്ഥാനത്തെ തടയുന്ന ദുരാത്മ വ്യാപാരത്തെ വെട്ടിക്കളയാൻ പുറപ്പെടുന്ന ശബ്ദമാണ് പ്രധാന ദൂതന്റെ ശബ്ദം. എന്തിന്? ദൈവത്തിന്റെ കാഹളം. ഈ കാഹളത്തിങ്കല ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെടുന്നത്. ഇവിടെയാണ് തേജസ്കരണത്തിന്റെ തുടക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരും ശവപ്പെട്ടി കൊണ്ട് തീരാനിരിക്കുന്നവരല്ല. ശവപ്പെട്ടിക്കപ്പുറത്ത് നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇതാ ക്രിസ്തീയതയുടെ ആണിക്കല്ലും മൂലക്കല്ലും. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാടത്തില്ലേ? ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മുടെ പ്രത്യാശ. ശവപ്പെട്ടി കൊണ്ട് ഇവിടെ എല്ലാം തീരുന്നില്ല. മരണം കൊണ്ട് ഇവിടെ എല്ലാം അവസാനിക്കുന്നില്ല. ഇതിനപ്പുറത്ത് നമ്മളൊരു നവചൈതന്യത്തോടുകൂടെ ക്രിസ്തുവിൽ മരിച്ചവർ മരണം വിട്ടും ജീവനോട് ഇരിക്കുന്നവർ ഈ ശരീരം വിട്ട് രൂപാന്തരം പ്രാപിച്ചു. ഇവിടെയാണ് തേജസ്കരണത്തിന്റെ തുടക്കം. ഇവിടെയാണ് തേജസ്കരണം ആരംഭിക്കുന്നത്. ഈ തേജസ്കരണം എന്ന് നമ്മൾ പറയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞു നിർത്തിയ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരും. തേജസ്കരണം എന്ന് പറയുന്ന വിഷയം പറയുമ്പോൾ രണ്ടു വിധത്തിൽ വേണം തേജസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ. ഒന്ന് വർത്തമാനകാല തേജസ്, രണ്ട് ഭാവികാല തേജസ്. തേജസ്സിന്റെ രണ്ട് ഘട്ടമുണ്ട്. ഒന്ന് വർത്തമാനകാല തേജസ്, രണ്ട് ഭാവികാല തേജസ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്ന തേജസ്സിന്റെ മേൽ, ഒന്നുകൂടെ, തേജസ്സിന്റെ മേൽ. ആമേൻ. ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് 1 degree of glory to another degree. തേജസ്സിന്റെ മേൽ, അതിന്റെ ഒരു ഡിഗ്രിയിൽ നിന്ന് അതിന്റെ അനദർ ഡിഗ്രിയിലേക്ക്. ഒരു ഡിഗ്രിയിൽ നിന്ന് അനദർ ഡിഗ്രിയിലേക്ക്. തേജസ്സിന്റെ മേൽ തേജസ്. ഞാൻ ആ തേജസ്സിനെ രണ്ടായിട്ട് പറയുക. ഒന്ന് വർത്തമാനകാല തേജസ്, രണ്ട് ഭാവികാല തേജസ്. അതന്നെ അപ്പൊ വർത്തമാനകാല തേജസ്. അങ്ങനെ ഒരു തേജസ് ഉണ്ടോ? യെസ്. അതാരാ പ്രാപിച്ചേ? പഴയ നിയമത്തിലും ഉണ്ടെന്നേ, പുതിയ നിയമത്തിലും ഉണ്ട് തേജസ് പ്രാപിച്ചവർ. പഴയ നിയമത്തിൽ ആരാ തേജസ് പ്രാപിച്ചേ? മോശ. പിന്നെയും ആളുണ്ട്, തെളിയിക്കാം. മോശ എങ്ങനെ തേജസ് പ്രാപിച്ചേ? ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ എപ്പോഴോ ഒരു വാക്കിലൊന്ന് തൊട്ടായിരുന്നു. ഒരു കാലെടുത്ത് വെച്ചാൽ ഇവൻ വാഗ്ദത്തത്തിലാണ്. ഒറ്റ കാലെടുത്ത് വെച്ചാൽ മതി. അവിടെ നിന്നിട്ട് മോശ പ്രാർത്ഥിക്കുക, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന്. എന്റെ ചോദ്യം, മോശേ, നീ അനുഭവിച്ചത് സാന്നിധ്യം അല്ലേ? അതെ. നിന്നെ പോലെ സാന്നിധ്യം അനുഭവിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? കത്തുന്ന മുൾപ്പടർപ്പ് മുതൽ ഇതുവരെ എന്നോ തീവ്രതയേറിയ സാന്നിധ്യമാണ് മോശ അനുഭവിച്ചത്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. 40 വർഷത്തെ യാത്രയുടെ ഇടയിൽ കൂടാരത്തിൽ വിശ്രമിക്കുന്ന മോശ, കൂടാരത്തിന്റെ മീതെ ചലിച്ചു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ലെവൽ
ഒരിഞ്ചു മാറിയാൽ അവൻ അറിയാവും. ഇത്ര ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച ഒരു മനുഷ്യൻ. ഈ മോശയെ പറയുന്ന, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് അയക്കരുത് എന്ന് പറഞ്ഞാൽ, മോശയുടെ പ്രാർത്ഥന സാന്നിധ്യം എന്നുള്ളതാണെങ്കിലും ജീസസ് മോശ അതിനകത്തുനിന്ന് സ്പെസിഫൈ ചെയ്ത് ആഗ്രഹിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇതുവരെ കാണാത്തതും ഇനിയും ഞാൻ കാണാൻ ഉള്ളതുമായ അടുത്ത ഒരു തലം എനിക്കായി നീ തുറന്നു തരണം. ഇതാ മോശ പ്രാർത്ഥിക്കുന്നത്. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് ജീസസ്. കർത്താവിന് ആ പ്രാർത്ഥനയോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒന്നാമത്തെ പ്രാവശ്യം മോശ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ജീസസ്. ഇന്ന് രാത്രി നീ സാന്നിധ്യം ചോദിക്കുമ്പോൾ അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും മനസ്സിലായില്ലെന്ന് വരും. പക്ഷെ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ അറിയാം. സാന്നിധ്യം കൊതിക്കുന്നവർ ഈ പകലിൽ ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ വേറെ ആരും അറിഞ്ഞില്ലെന്ന് വരും. പക്ഷെ ദൈവം നിന്നെ അറിയുന്നുണ്ട്. മോശയോട് പറയുന്നു, എനിക്ക് നിന്നെ അറിയാം. രണ്ടാമത് മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ ഒന്ന് അയക്കരുത്. ദൈവം വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. മൂന്നാമത് ചോദിച്ചു, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ദൈവം പറഞ്ഞു, ഇപ്പൊ പറയുന്നത് ഞാൻ നിന്നെ അറിഞ്ഞെന്നല്ല, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം നിന്നെ കാണിക്കും. ജീസസ്. ഈ രാത്രി കേവല വാഗ്ദത്തം എന്ന തലത്തിൽ നിന്ന് സാന്നിധ്യം എന്ന ഉന്നതമായ ഒരു തലത്തിൽ കയറി ദൈവ സാന്നിധ്യത്തിനായി കൊതിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ അറിയുകയല്ല, ദൈവം നിന്നെ അടുത്തറിയുകയാണ്. ഈ രാത്രി സാന്നിധ്യത്തിനായി ഉള്ളം തുടിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ സാന്നിധ്യം കൂടെ ചോദിക്കുന്നത് സ്വഭാവമായിട്ടുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മുൻപിൽ മഹത്വം എന്ന അടുത്ത തലം ദൈവം തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ഈ രാത്രി പറ, എനിക്ക് നിന്റെ സാന്നിധ്യം വേണം, എനിക്ക് നിന്റെ സാന്നിധ്യം വേണം. നീ സാന്നിധ്യം ചോദിച്ചാൽ മതി. കൂടുതൽ കാര്യങ്ങൾ ഒന്നും ചോദിക്കണ്ട. നീ സാന്നിധ്യം കൂടെ ചോദിച്ചുകൊണ്ടിരുന്നാൽ, അത് നിന്റെ സ്വഭാവമായിരുന്നാൽ, സാന്നിധ്യം ചോദിച്ച നിന്റെ മുൻപിൽ ദൈവം ഓഫർ ചെയ്യുന്നത് സാന്നിധ്യമായിരിക്കത്തില്ല, മഹത്വമായിരിക്കും. സാന്നിധ്യവും മഹത്വവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതാ. ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത് സാന്നിധ്യമാണ്. എന്തുകൊണ്ട് 1.5 മണിക്കൂർ ഇമജിമ്മാതെ ദൈവവചനത്തിന്റെ മുൻപിൽ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്നത്? അത് പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ കഴിവൊന്നുമല്ല, അവതരണ ശൈലിയല്ല. ഇതിനകത്തൊരു വേവ് പോലെ ചലിച്ചു നിൽക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. Power of God. സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ മഹത്വം അനുഭവിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, കാണാൻ കഴിയുന്നതാണ്. നീ ചോദിക്കുന്നത് സാന്നിധ്യമാണെങ്കിലും നീ തുടർമാനമായി അത് ചോദിച്ചുകൊണ്ടേയിരുന്ന, അങ്ങനെ ചോദിക്കുന്നത് നിന്റെ സ്വഭാവമാക്കിയാൽ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ മഹത്വം കാണാൻ പോകുകയാണ്. ഓ ജീസസ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചിലരുടെ കണ്ണുകളിൽ മഹത്വത്തിന്റെ വെളിപ്പെടുത്തലുകൾ സംഭവിക്കാൻ പോകുക. ഇതുവരെ കേട്ടതല്ല, ഇതുവരെ അറിഞ്ഞതല്ല, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവിടെയാ തലം മാറുന്നത് കേട്ടോ. സാന്നിധ്യം എന്ന ലെവലിൽ നിന്ന് മഹത്വമെന്ന അടുത്ത തലത്തിലേക്ക് കയറുമ്പോൾ കർത്താവ് അവിടെ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോശേ, ഇവിടെ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. സാന്നിധ്യം നിനക്ക് താഴ്വരയിൽ അനുഭവിക്കാം, പക്ഷെ മഹത്വം എന്ന തേജസ് എന്ന
അടുത്ത അസാധാരണമായ തലം നീ അനുഭവിക്കണമെങ്കിൽ എന്റെ അടുക്കലുള്ള രഹസ്യ സ്ഥലത്തിലേക്ക് നീ കയറി വരണം. അവിടെയാ നീ മഹത്വം കാണാൻ പോകുന്നത്. ഇവിടെ താഴെ ചേട്ടനുണ്ട്, അഹരോന ചാച്ചൻ, പിന്നെ അമ്മാവിയപ്പൻ, ഇത്രാവ്, 70 മൂപ്പന്മാർ, ഇവരെല്ലാം ഉണ്ട്. ഭൂരിപക്ഷമുള്ളയിടത്തല്ല നീ മഹത്വം കാണാൻ പോകുന്നത്. നീയും ദൈവവും മാത്രമുള്ള ഒരിടം. ഞാൻ ആ സ്ഥലത്തിന് പേര് കൊടുക്കുക, ദൈവത്തിന്റെ രഹസ്യ സ്ഥലം. ഈ രാത്രി ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്തിൽ കയറുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ മുൻപിൽ മഹത്വം തുറക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. ഏതാ ദൈവത്തിന്റെ രഹസ്യ സ്ഥലം? ഉയർന്ന ഒരു പർവ്വതമായിരിക്കുകയില്ല അത്. ആമേൻ. ഹിമാലയമായിരിക്കുകയില്ല, അന്റാർട്ടിക്ക ആയിരിക്കുകയില്ല. ദൈവത്തിന്റെ രഹസ്യ സ്ഥലം ഏതാ? ഞാൻ പറയും, ഒരുപക്ഷെ ഈ ആരാധനാലയമാകാം, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന മുറിയാകാം, അല്ലെങ്കിൽ നിന്റെ ബെഡ്റൂം ആകാം. ഏതാ ഈ രഹസ്യ സ്ഥലം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉള്ളത് സകലതും മറന്നിട്ട് ദൈവവുമായി മാത്രം ചേർന്നിരിക്കുന്ന, ഏകാഗ്രമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന, ആമേൻ, സകലതിനെയും മറന്ന് സ്വാർത്ഥതകൾ കുത്തി നിറച്ച ജൽപ്പനങ്ങളില്ലാതെ ദൈവ സാന്നിധ്യവും ദൈവ മഹത്വവും അനുഭവിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ മാർബോട് യോഗന്നാൻ ചാരിയിരുന്നത് പോലെ ദൈവത്തിന്റെ മാർബോട് ചാരിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ പ്രസംഗിക്കും. അതത്ര ദൈവത്തിന്റെ രഹസ്യ സ്ഥലം. അവിടെ വാക്കുകളുടെ വേലിയേറ്റങ്ങൾ കാണത്തില്ല. അവിടെ വാചക കസർത്തുകൾ കാണത്തില്ല. അവിടെ വാക്യങ്ങളുടെ ജ്ഞാനത്തിന്റെ അവതരണം കാണത്തില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയാ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്നത്. അതൊന്നും അവിടെ കാണത്തില്ല. ദൈവ മഹത്വത്തിനായി ദൈവത്തിന്റെ രഹസ്യ സ്ഥലങ്ങളിൽ കയറിയിരിക്കുമ്പോൾ അവിടെ ചിലപ്പോ അമർത്തിപ്പിടിച്ച ഏങ്ങലടികളും നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളും വിതുമ്പുന്ന ആദരവുമേ അവിടെ കാണത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ വാക്കുകൾ ഇല്ലെങ്കിലും വാക്കുകളെക്കാൾ അത് വാചാലമാണ്. ഹന്നയുടെ ആദരം അനങ്ങിയതേ ഉള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. പക്ഷേ അവരുടെ ആവശ്യം ദൈവം അറിഞ്ഞു. അതേ ക്രമത്തിൽ ഈ രാത്രി ഞാൻ പ്രവചിക്കാം. ദൈവം മുൻപാകെ സകലതും മറന്ന് വാക്കുകളുടെ അകമ്പടികൾ ഇല്ലാതെ ഹൃദയം വിതുമ്പി ഏങ്ങലടികളോടുകൂടെ ഉറച്ച കണ്ണുനീരോടുകൂടെ അവനോട് ചേർന്നിരിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ ഈ രാത്രി നീ ഇരിക്കുന്ന സ്ഥലം ദൈവത്തോടു കൂടെയുള്ള നിന്റെ രഹസ്യ സ്ഥലമായിരിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ വകവയ്ക്കാതെ സകലതും മറന്ന് ദൈവം മുൻപാകെ ഇന്ന് രാത്രി നിന്റെ ഹൃദയം പകരുവാൻ, ദൈവം മുമ്പാകെ നിന്റെ ഹൃദയം തുറക്കുവാൻ, ഇടവും വലവും നോക്കാതെ മുൻപും പിൻപും നോക്കാതെ ദൈവം മുമ്പാകെ നിന്റെ ഹൃദയം തുറക്കുവാൻ ഈ രാത്രി ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, കട്ടിയേറിയ ഒരു ദൈവ മഹത്വത്തിന് വേണ്ടി വിതുമ്പാൻ നിന്റെ ഹൃദയം, നിന്റെ ആധാരം ഈ രാത്രി നീ വിട്ടുകൊടുക്കുന്നെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ രഹസ്യ. Thank you, Jesus. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. മോശ ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്ത് കയറിയിരിക്കുകയാ. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം അവനെ ഒരു പിളർപ്പിനകത്ത് ഒളിപ്പിച്ചു. മോശ ദൈവത്തിന്റെ പിൻഭാഗം കണ്ടു. മലയാളത്തിൽ നമ്മളത് വായിക്കുമ്പോൾ മോശ ദൈവത്തിന്റെ പിൻഭാഗം കണ്ടു എന്ന് പറഞ്ഞാൽ പുരുഷ സമാനമായ പുറം മോശ കണ്ടു എന്നുള്ള ധ്വനിയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ആ ഭാഗം കുറച്ചുകൂടെ കാര്യമായി പഠിച്ചപ്പോൾ മോശ ദൈവത്തിന്റെ പിൻഭാഗം കണ്ടു എന്ന് പറഞ്ഞാൽ പുരുഷ സമാനമായ മുതുക് മോശ കണ്ടെന്നല്ലതിൻ്റെ അർത്ഥം. ആമേൻ. എബ്രായ ബൈബിളിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, അഖോറേ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ഹിയർ ആഫ്റ്റർ. മറ്റൊരു മീനിങ് ആണ് ഫ്യൂച്ചർ. മോശ ദൈവത്തിന്റെ പിൻഭാഗം കണ്ടു എന്ന് പറയുമ്പോൾ മോശ ദൈവത്തിന്റെ ഫ്യൂച്ചർ കണ്ടു. എന്താ മോശ കണ്ട ഫ്യൂച്ചർ? എനിക്കൊരു ഫ്യൂച്ചറുണ്ട്, നിങ്ങൾക്കൊരു ഫ്യൂച്ചറുണ്ട്. എന്നാൽ ദൈവത്തിന് എന്ത് ഫ്യൂച്ചറാ ഉള്ളത്? 50 ലക്ഷത്തിന്റെ ചർച്ചോ, അതോ വലിയൊരു ഫ്ലൈറ്റോ, ഏക്കറേജുകളോ? ജീസസ്.
എന്താ ദൈവത്തിന്റെ ഫ്യൂച്ചർ? ഇതൊന്നുമല്ല ദൈവത്തിന്റെ ഫ്യൂച്ചർ. ദൈവത്തിന്റെ ഫ്യൂച്ചർ കൊലോസ്യ ലേഖനം പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ദൈവത്തിന്റെ ഫ്യൂച്ചർ എന്താ? എൽ ഷദായിയായ, എൽ എലോഹീമായ, ജഹോവ ജൈറയായ, ജഹോവ നിസിയായ, ജഹോവ സെബായോത്തായ, ജഹോവ സിതക്കനുവായ, ജഹോവ റോഫിയായ, ജഹോവ റാഫയായ ആ ദൈവം മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, ആദിയും അന്തവുമായ, ആൽഫയും ഒമേഗയുമായ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവ സമീപസ്ഥനായ, നിത്യനായ, മാറ്റമില്ലാത്തവനായ, സച്ചിദാനന്ദനായ, സനാതനനായ, സഗുണമായ ആ ദൈവം, ആ ദൈവം എന്നെയും നിന്നെയും പോലെ ഒരു കൊച്ചു കുഞ്ഞായി, നമ്മെ പോലെ ഒരു മനുഷ്യനായി ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ഫ്യൂച്ചർ. മോശ ദൈവത്തിന്റെ ഫ്യൂച്ചർ പർവ്വതത്തിന്റെ പുറത്തിരുന്ന് കണ്ടെന്ന് പറഞ്ഞാൽ മോശ യേശുവിനെ കണ്ടെന്ന് ഞാൻ പ്രസംഗിക്കും. മോശ പർവ്വതത്തിന്റെ പുറത്തിരുന്ന് കണ്ടത് ആരെയാ? പാസ്റ്റർ ഒരു മിനിറ്റ്, യേശുവിനെ തന്നെയാണ് കണ്ടത്? ഒന്നുകൂടെ ചിന്തിച്ച്, യേശുവിനെ തന്നെയാണ്. തെളിവെന്താ? മറുരൂപ മലയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടോ മോശേ? അവരെന്തോ പറയുന്നേ? ജെറുസലേമിൽ പ്രാപിപ്പാനിരിക്കുന്ന നിര്യാണ്. മോശേ, നിനക്കെങ്ങനെ മനസ്സിലായി ഇത്? നിന്നോട് ആരാ പറഞ്ഞേ? മോശ പറയടാ, എന്നോട് ആരാ പറഞ്ഞെന്ന്? 40 ദിവസം പർവ്വതത്തിന്റെ പുറത്ത് കയറിയിരുന്നപ്പോൾ ഞാൻ കണ്ടതായത്. എന്തൊക്കെ കണ്ടു? യേശുവിൻ്റെ ജനനം കണ്ടു, യേശുവിൻ്റെ സ്നാനം കണ്ടു, യേശുവിൻ്റെ മിനിസ്ട്രി കണ്ടു, യേശുവിൻ്റെ മരണം കണ്ടു, യേശുവിൻ്റെ ഉയർപ്പ് കണ്ടു, അവൻ്റെ പുനരുത്ഥാനം മാത്രമല്ല, ഒടുവിൽ നമ്മെ കണ്ടു. ഇത്രയും കണ്ടപ്പോഴാ മോശയുടെ ത്വക്ക് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇടിമിന്നൽ ചാടി പുറപ്പെടുന്നത് പോലെ അങ്ങ് പ്രകാശിച്ചത്. ഓ ജീസസ്, ഇതിന്റെ പേരാ തേജസ്. ഇടിമിന്നൽ ചാടി പുറപ്പെടുന്നത് പോലെ മോശയുടെ ത്വക്ക് വെളിച്ചം പോലെ ആയെന്നാണ് ജനം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ മുഖത്ത് ഇതുപോലൊരു ലൈറ്റ് അങ്ങ് കത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പ്രയാസം ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ലൈറ്റ് ഒന്നും കണ്ടിരിക്കത്തില്ലല്ലോ. അവര് കണ്ടത് അതൊന്നുമല്ല. അവരുടെ കണ്ണുകൾക്ക് അവിടെ ഈ പ്രകാശിച്ചു എന്നുള്ളിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഖറാൻ എന്നൊരു പദമാണ്. ഖറാൻ, ഈ ഖറാൻ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ലൈറ്റ് ഷാർപ്പ് ഹോൺസ് എന്ന, അഗ്രം കൂർത്തിരിക്കുന്ന കൊമ്പ് പോലെ മോശയുടെ മുഖത്ത് നിന്ന പ്രകാശം ഈ ജനത്തിന്റെ നേരെ ചെന്നപ്പോൾ അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. അവര് പറയാം, മോശേ നിന്റെ മുഖത്തൊരു മൂടുപടമുണ്ട്. പ്രൈസ് ലോർഡ്. വർത്തമാനകാല തേജസ്. ഇത് തന്നെ കണ്ട ഒരുവനാണ് ഏലിയാവ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ചാകാൻ പോയി കിടക്ക ചൂരച്ചെടിയുടെ കീഴിൽ. ഇവനെ പോലെ ശക്തനായ ഒരു പ്രവാചകൻ ആരുണ്ട്? ജീസസ്. രാജകൊട്ടാരത്തിലോട്ട് കയറി ചെന്ന് ഒരൊറ്റ ദൂത ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഇങ്ങനെ പറഞ്ഞ അസാധാരണക്കാരനായ പ്രവാചകൻ, പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ പ്രവാചകൻ, ഇസ്രയേൽ എന്ന നരകത്തിന്റെ പുത്രിയുടെ ഒരൊറ്റ വാക്ക് കേട്ട് വാടി തളർന്ന് ചൂരച്ചെടിയുടെ കീഴിൽ. ഏലിയാവിന് മാത്രമല്ല ശുശ്രൂഷ ജീവിതത്തിൽ മടുപ്പ്, സകലമാന ശുശ്രൂഷകർക്കും ഉണ്ടാകും മടുപ്പ്. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക അഭിഷക്തന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവും. എത്രയോ പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സഭാ ശുശ്രൂഷ തന്നെ ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധം? കർത്താവിന്റെ വേല ചെയ്താൽ പോരെ?
എന്തിനാ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്? സഭാ ശുശ്രൂഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എത്രയോ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാനിരുന്ന സഭകളൊക്കെ പ്രശ്നബാധിത സഭകളാണ്. ഞാനൊരു ചർച്ചിൽ ആദ്യമായി 2001 ചർച്ചപ്പോഴിലെ പാസ്റ്ററായി ഞാൻ ചെല്ലുമ്പോൾ 1 വർഷം പൂട്ടിക്കിടന്ന ചർച്ച. ജീസസ്. പാസ്റ്റർ വിശ്വാസികളുമായിട്ട് ഉടക്കുണ്ടാക്കി. പാസ്റ്റർ ഒരു താഴിട്ട് പൂട്ടി, വിശ്വാസികൾ മറ്റൊരു താഴിട്ട് പൂട്ടി. 2 താഴിട്ട് ചർച്ച പൂട്ടിയിട്ടേക്കുക. പാസ്റ്റർ പാഴ്സനേജിൽ താമസിക്കുന്നു, വിശ്വാസികൾ വീട്ടിൽ ആരാധിക്കുന്നു. അവിടെ ചെന്ന് ആ താഴ് മുറിച്ചാണ് ഞാൻ ആദ്യം പാസ്റ്ററായത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതിരുന്നതാണ് ശാസ്താംകോട്ട. മൂന്നാമതിരുന്നത് ഏനാത്തൊരു ചർച്ചില, 92 വർഷം പഴക്കം. ഞാൻ പറയുന്നത് അവിടെ മൂപ്പന്മാരായിരുന്നില്ല, അവിടെ മൂപ്പിലന്മാരായിരുന്നു. ജീസസ്. ഞാൻ ചെല്ലുമ്പോൾ സഭയുടെ സ്ഥിതി എന്നായിരുന്നെന്ന് അറിയാമോ? ഞാൻ ചെല്ലുമ്പോൾ സഭയുടെ സ്ഥിതി, അവിടെ ഇരുന്ന പാസ്റ്റർ പറയും, പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്തതോർത്ത് പുറമോട്ട് തിരിഞ്ഞു നോക്കാം എന്ന് പറയുമ്പോൾ ഈ മൂപ്പിലന്മാരെല്ലാം കൂടെ ഉണ്ടല്ലോ, നേരെ പുറമോട്ട് തിരിഞ്ഞു നോക്കാം. ഇങ്ങനെയുള്ള പുള്ളികളുള്ള ഇടത്താണ് ഞാൻ മൂന്നാമതിരുന്നത്. ഹലോ, സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് എന്നെ സ്ഥിതിയാണെന്ന്. ബേഥേലേജിയൊക്കെ എത്ര ബ്ലസ്ഡ് ആണെന്നറിയോ? അയ്യോ, സഭയെന്നൊക്കെ പറഞ്ഞ എന്തുവാ. പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ അടുക്കൽ ഫിസിയോതെറാപ്പി മിനിസ്ട്രി ഒന്നും ചെയ്താൽ പറ്റത്തില്ല. അമ്മേ, ഞാനൊരിക്കൽ എൻ്റെ ഒരു ബാർബർ ഷോപ്പിൽ കയറിയിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഒരു കോമഡി പറഞ്ഞു. എനിക്കങ്ങ് വളരെ രസകരമായി തോന്നി. അവനവിടെ ഇരുന്ന് തലമുടി വെട്ടുന്നവനോട് പറയും, എടാ, എന്നെ സംബന്ധിച്ച് എനിക്ക് വെട്ടൊന്ന് 2 മുറി ഒരു അടുക്കളയാണ്. അമ്മേ, ഇതുപോലെ ഇവരുടെ അടുക്കൽ ഒത്തിരി സ്നേഹമൊന്നും പ്രകടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. മര്യാദയ്ക്ക് ഇരിക്കുകയാണ്, മര്യാദയ്ക്ക് ഇരുന്നാണ്, അല്ല വേറെ പണി പോയി നോക്കിക്കോണം എന്ന് പറയുമ്പോഴാണ് ഈ സാധനങ്ങളൊന്ന് ശരിയാകുന്നത്. എന്നിട്ടും ചിലത് തിരിഞ്ഞു നിന്ന് കളയും. ഇവിടെ ആ മടുപ്പ് വരുന്നത് എനിക്കുണ്ടായിട്ടുണ്ട്. ഏലിയാവിന് മാത്രമല്ല, ഹലോ, ശുശ്രൂഷ ജീവിതത്തിന്റെ ഗ്ലാമർ കണ്ട് സുവിശേഷ വേല എന്നും പറഞ്ഞ് ചാടുമ്പോൾ ഓർത്തോണം, നിന്നെ മടുപ്പിക്കാനുള്ള സാധനം കൂടെ ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. ഹലോ, ബാംഗ്ലൂർ ഏജിയിലെ സഹോദരന്മാർ കാണുന്ന MA അങ്കിളിനെ ഇന്ന് അമേരിക്കയിലാണ്, നാളെ UK, നാളെ UK-യിലാണ്, അടുത്ത ആഴ്ച മിഡിൽ ഈസ്റ്റിൽ. ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഒരു പ്രത്യേക പദവി. എടാ, ഇത് കണ്ട് ചാടരുത്, ഇത് കണ്ട് ചാടരുത്. എല്ലാവരും ഉണ്ടോ അവിടെ? ഞാൻ ഇവിടുത്തെ യുവാക്കന്മാരായ അഭിഷക്തന്മാരോട് സംസാരിക്കുക. എന്നും ഇതായിരിക്കുകയല്ല, എന്നും ഇതായിരിക്കുകയല്ല. ഇതിൻ്റെ ഇടയിൽ മടുപ്പും, ഇതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങളും, ഇതിൻ്റെ ഇടയിൽ ഒത്തിരി കരച്ചിലുകളും ഒക്കെ ഉണ്ടാകും. ഇതിൻ്റെ എല്ലാം ഒടുവിലാണ് വിജയകരമായ ഒരു ശുശ്രൂഷയിലേക്ക് വരുന്നത്. ഏലിയാവിന് മാത്രമല്ല, പൗലോസിന് പോലും മടുപ്പുണ്ടായിട്ടുണ്ട്. ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പൗലോസിന് പോലും മടുപ്പുണ്ടായിട്ടുണ്ട്. പിന്നല്ലേ നമുക്ക്? ചാകാൻ പോയി കിടക്കുക ചൂരച്ചെടിയുടെ കീഴിൽ. എടാ, ദൈവം പദ്ധതിയിട്ട് ഒരുക്കി കൊണ്ടുവരുന്നവനെ അങ്ങനൊന്നും ചാകാൻ വിടത്തൊന്നുമില്ല. ആത്മഹത്യ ചെയ്തില്ല, ചാകാൻ കിടക്കുക. മതി കർത്താവേ, മതി, എൻ്റെ പിതാക്കന്മാരൊക്കെ ഞാനിട്ടും നല്ലവനല്ലേ, എന്നെ അങ്ങ് എടുത്തരും, മതി, എന്തിനാ ഇവിടെ കിടക്കുന്നു, അങ്ങ് വിളിച്ചേ. ജീസസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എടാ, മരണം തൊടാതെ ആത്മാവെടുക്കാൻ കൊതിക്കുന്നവൻ മരിക്കാൻ പോയി കിടക്കുക. എടാ, 2 ദിവസം, അടുത്ത 40 ദിവസം കഴിഞ്ഞാൽ നിന്നിലൂടെ പുറപ്പെടാൻ പോകുന്ന സംഭവം എന്നാണെന്നറിയോ? നിനക്ക് പകരം ഒരു എലിശ, ഒരിടത്തൊരു യേഹു, മറ്റൊരിടത്തൊരു ഹസായൽ. അടുത്തും ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കേണ്ടവൻ. തലമുറയെ എഴുന്നേൽപ്പിക്കാനുള്ള ഘട്ടമെത്തിയപ്പോ ചാകാൻ പോയി കിടക്കുക. ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയുക, ആത്മീക ജീവിതത്തിന്റെ, ശുശ്രൂഷ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ മടുപ്പ് നിന്നെ കയറി ഗ്രസിച്ചു തുടങ്ങുമ്പോൾ നീ ഓർത്തോണം, അസാധാരണമായ വിധത്തിൽ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ ആമേൻ നിന്റെ മുൻപിൽ സമയമെത്തിയിരിക്കുക. ആ തലമുറ എഴുന്നേൽക്കാതിരിക്കാൻ എവിടെയോ നിന്നെ മടുപ്പിക്കുന്ന ഒരു സ്വാധീനം നിനക്കെതിരെ നിൽക്കുന്നു. ഇവിടെയാ കനനിൽ മേൽ ചുട്ട അടയും, വിലാപ്പുറത്ത് ഒരു സ്പർശനവും
ആമേൻ, ആ ഈ ദൈവം അവിടെ ഇറങ്ങി വരുന്നത് ഈ രാത്രി വിശ്വസിക്കുമെങ്കിൽ മടുത്തു നിൽക്കുന്ന ചിലതിന്റെ വിലാപ്പുറത്ത് അസാധാരണമായ ഒരു സ്പർശനവുമായി യേശുവിൻ നാമത്തിൽ കനലിൽ ചുട്ട അടയുമായി ഈ രാത്രി സ്വർഗം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയത്തക്ക വിധത്തിൽ അകത്തളങ്ങൾ വ്യാപരിക്കുന്ന സകല മടുപ്പിന്റെ ദുരാത്മാക്കളോട് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടത്തെ വിട്ട് ഈ രാത്രി പുറത്തു പോകുവാൻ അധികാരത്തോടെ ഈ രാത്രി ഞാൻ കൽപ്പിക്കുന്നു. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചോ. ഇന്ന് രാത്രി ആ മേഖലയിൽ ഒരു വലിയ വിടുതൽ സംഭവിച്ചു തുടങ്ങുന്നു. എല്ലാ മടുപ്പുകളും, എല്ലാ മടുപ്പിക്കുന്ന വാക്കുകളും, എല്ലാ അപവാദങ്ങളും, എല്ലാ വാദപ്രതിവാദങ്ങളും, വിളിയെ പോലും ചോദ്യം ചെയ്യുന്ന, അഭിഷേകത്തെ പോലും ചോദ്യം ചെയ്യുന്ന, ശൈലികളെ ചോദ്യം ചെയ്യുന്ന സകല മടുപ്പിന്റെ ദുരാത്മ വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഒരു വൻ വൃക്ഷം കടപുഴകി പോകുന്നത് പോലെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ ജനതയുടെ പുറത്തു പോകട്ടെ. Thank you, Jesus. വിലാപ്പുറത്ത് തട്ടി കനലിന്മേൽ ചുട്ട അടയും കൊടുത്ത് ദൈവം അവനെ ഓടിച്ചു 40 ദിവസം. ഇപ്പൊ ചെന്നിരിക്കുന്നത് കണ്ടോ? ദൈവത്തിന്റെ പർവ്വതമായ ഈ ഹോരേബ് എന്നറിയോ? ഇതിന്റെ പിന്നിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. എന്താ ഹിസ്റ്ററി? ഈ ഹോരേബില പണ്ട് മോശ കയറിയിരുന്നത് അതേ ഇടത്താ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത്. പിടികിട്ടുന്നവർ ഉണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ? ആമേൻ. മോശയെ പിളർപ്പിനകത്ത് ഇരുത്തി ഏലിയാവിനെ ദൈവം ഒരു ഗുഹയ്ക്കകത്ത് ഇരുത്തി. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഏലിയാവിന്റെ മുൻപിൽ ഒരു കൊടുമുഴക്കം, യഹോവ അതിലില്ല. പാറകളെ കീറിയ ഒരു കാറ്റ്, അതിലുമില്ല. എന്നാൽ ഒരു മൃദുസ്വരം അതിൽ യഹോവ ഉണ്ടായിരുന്നു. യഹോവ അവന്റെ മുൻപിലൂടെ പോയപ്പോൾ ഏലിയാവ് പുതപ്പെടുത്ത് മുഖത്തിട്ടു. മുഖത്തിട്ടപ്പോ എന്ത് സംഭവിച്ചെന്നറിയാമോ? മോശയ്ക്ക് മുഖത്ത് കിട്ടിയത് ഏലിയാവിന് പുതപ്പി കിട്ടി. ഏലിയാവിന് പുതപ്പി കിട്ടിയത്, മോശയ്ക്ക് മുഖത്ത് കിട്ടിയത് ഏലിയാവിന് പുതപ്പി കിട്ടി. ജീസസ്. ഞാൻ പറയുക, മോശ ദൈവമഹത്വം നോക്കിക്കണ്ടതുപോലെ ഏലിയാവ് കൂടെ ദൈവമഹത്വത്തെ നോക്കിക്കണ്ടിരുന്നെങ്കിൽ പഴയ നിയമ ചരിത്രത്തിൽ ഒരിടത്തുകൂടെ എഴുതി വെക്കേണ്ടി വന്നേനെ ഏലിയാവിന്റെ ത്വക്ക് പ്രകാശിച്ചു. പക്ഷെ അവൻ അതിനെ നോക്കിക്കണ്ടില്ല. അവൻ ആ പുതപ്പെടുത്ത മുഖത്തിട്ടു. തേജസ് പുതപ്പി കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇതിന്റെ ഒരു കൈമാറ്റമുണ്ട്. താഴ്വരയിൽ ഒരു കൈമാറ്റം. കൈമാറ്റം നടത്തുന്നത് ആരുടെ മേലാണെന്നറിയോ? ക്ഷാമം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും കാളയെ വിറ്റ് കുതിരയെ വാങ്ങുന്ന സമയം. ക്ഷാമകാലത്ത് എന്തിനാ കാള? ക്ഷാമകാലത്ത് കുതിരയാണ് വേണ്ടുന്നത്. അതെന്താ കാര്യം? ദൂരെ പോയി ധാന്യം കൊള്ളാൻ കാള കൊള്ളത്തില്ല, കുതിരയാ വേണ്ടുന്നത്. പലരും കാളയെ വിറ്റ് കുതിരയെ വാങ്ങിയപ്പോ വേണ്ട ഒരു തൊഴുത്തിൽ ഒരുത്തൻ മാത്രം കാളയെ വളർത്തിക്കൊണ്ടിരിക്കുക. കേൾക്കുന്നുണ്ടോ? പലരും പറഞ്ഞു നീ ഭ്രാന്താ കാണിക്കുന്നത്, ഇങ്ങനെ ചെയ്യരുത്. നിന്റെ കുടുംബത്തെ കൂടെ നീ നോക്കണം. കാളയെ വിൽക്കേ, കുതിരയെ വാങ്ങ്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഇസ്രയേലിന്റെ ദൈവം എന്നും ഇസ്രയേലിൽ ക്ഷാമം അയക്കത്തില്ല. ഒരിക്കലൊരു മഴ പെയ്യും. ആ മഴ പെയ്താൽ ഇവിടെ കുതിരയല്ല വേണ്ടുന്നത്, മഴ പെയ്താൽ ഇവിടെ കാളയാ വേണ്ടുന്നത്. ഒരിക്കലൊരു മഴ പെയ്തു. കുതിരയെ വാങ്ങിയ സകല പുള്ളികൾ വയലിന്റെ തീരത്ത് വന്ന് താടിക്ക് കൈയും കൊടുത്ത് വിഷാദരായി ഇരുന്നപ്പോൾ, സ്തോത്രം, കാളയെ വളർത്തുന്ന നാട്ടുകാർ പ്രാന്തനെന്ന് വിളിച്ച
ഏലിശ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 12 കാളയെ വയലിന്റെ അകത്തോട്ടിറക്കി അതിന്റെ ഏറ്റവും പിന്നിൽ നിന്ന് അതിനെ പൂട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ തേജസ് പുതപ്പിൽ പ്രാപിച്ച ഒരുവൻ പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി വരികയാ. പുതപ്പിൽ അത് പ്രാപിച്ചവൻ ഓടി വന്ന് ആ പുതപ്പെടുത്ത് പിന്നിൽ നിന്ന് കാളയെ പൂട്ടുന്നവന്റെ മേലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഏലിയ ഓടി. ഏലീശ പിന്നാലെ ഓടി. ഏലീശ പറയുന്ന, ഒരു മിനിറ്റ് നിൽക്കണം, എന്തിനാ? ഞാൻ ഈ കാളയൊന്ന് കൊന്നോട്ടെ, ഞാൻ ഈ കാളയൊന്ന് കൊന്നോട്ടെ. എന്തിനാ കാളെ കൊല്ലുന്നേ? നിന്നെ വന്ന് അനുഗമിക്കാവുന്നേ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന നീ പിന്മാറാനുള്ള മുഴുവൻ സാധ്യതകളെയും എഴുതി തള്ളിയിട്ട് വേണം ഇറങ്ങാൻ. എടാ പത്രോച്ച, കർത്താവ് മരിച്ചെന്നും പറഞ്ഞ് നീ പോയില്ലേ? പോയി. എന്താ കാര്യം? എന്റെ ഭാഷ പറഞ്ഞാൽ നല്ലൊരു അമ്മാവിയമ്മമാരെ കിട്ടുകയാണെങ്കിൽ പത്രോസിന്റെ അമ്മാവിയമ്മയെ പോലെയുള്ള അമ്മാവിയമ്മയെ കിട്ടണം. ആമേൻ. ഒരു ദേവദാസൻ പറയുന്നത് കേട്ടോ, ഉലക ചരിത്രത്തിൽ പത്രോസിന് പേടിയുണ്ടായിരുന്ന അമ്മായിയമ്മയായിരുന്നു. ഉഗ്രൻ അമ്മായിമ്മ. പത്രോസ് പടകും വലയും വിട്ടിട്ട് കർത്താവിന്റെ പുറകെ പോയപ്പോ അമ്മായിമ്മ മിടുക്കി അമ്മായിമ്മയായതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാവോ? ആ ബോട്ടൊക്കെ തള്ളി ഒരു ഷെഡിക്കേറ്റ് എണ്ണയൊക്കെ ഇട്ട് അതിങ്ങനെ മിനുക്കി വെച്ചിരിക്കുക. പത്രോസ്, യേശു പോയി, ഇനിയിപ്പോ എന്നാ മാർഗം? അപ്പം വർദ്ധിക്കാൻ മാർഗമില്ല, കരം കൊടുക്കാൻ മാർഗമില്ല. യേശു പോയി. പുള്ളിയുടെ പെട്ടെന്ന് നമ്മൾ പറയത്തില്ലേ, തലയിൽ ലഡു പൊട്ടിയത് പഴയ ഷെഡിലിരിക്കുന്ന വള്ള. പുള്ളി അത് അല്ലെങ്കിൽ ചാടി ചെല്ലുമ്പോ ഇവിടെ വള്ളവും വല ഇരിക്കുന്നത് അമ്മായിമ്മ എടുത്ത് വെച്ചതാണെന്ന്. ഈ പുള്ളിക്ക് പെട്ടെന്ന് പിന്മാറാനുള്ള സാധ്യത വന്നത് കണ്ടോ? ചാടി എടുത്ത് അതും എടുത്തോണ്ടോ കടലിനകത്തോട്ട് ഹലോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവനെ പിന്മാറാനുള്ള നിന്റെ അവസാനത്തെ സാധ്യതയും തകർത്തിട്ടേ ഇറങ്ങാവൂ. അപ്പന്റെ എലിശേ, ഞാൻ വന്ന് നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോ നിന്നോട് അനുഗമിക്കാൻ പറഞ്ഞോ? പിന്നെ നീ അങ്ങനെ അനുഗമിച്ചേ? പിന്നെ നീ എങ്ങനെ ഇത് പറഞ്ഞു ഞാൻ അനുഗമിക്കാന്ന്? എടാ, പുതപ്പേ സാധാരണ പുതപ്പല്ല, വെറും ഒരു പുതപ്പല്ല ഇത് തേജസ്സുള്ള പുതപ്പാ. ഈ രാത്രി തേജസ്സിന്റെ പുതപ്പിന്റെ കൈമാറ്റം ഒരുവന്റെ മേൽ വീണാൽ ഈ രാത്രി ഞാൻ പറയും, അതിനകത്ത് നിനക്കുള്ള ദൂതുണ്ട്. ക്ഷാമമില്ലാത്ത വിധത്തിൽ ജീസസ് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഇവിടെയുള്ള ശുശ്രൂഷകന്മാരെ നോക്കി, ആമേൻ, ഇവിടെയുള്ള പ്രവാചകിമാരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാം. ആമേൻ. തേജസ്സിന്റെ പുതപ്പിന്റെ കൈമാറ്റം ഈ രാത്രി നിന്റെ മേൽ വീണാൽ ഒരു ദൂതിനു വേണ്ടി നീ വിഷമിക്കേണ്ടി വരത്തില്ല. തേജസ്സിന്റെ പുതപ്പ് നിന്റെ മേൽ കൈമാറ്റം ചെയ്തിരിക്കുന്നിടത്തോളം കാലം സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ പോലെ സമർത്ഥനായ ഒന്നുകൂടെ വാക്കാവർത്തിക്കുന്നു, സമർത്ഥനായ ലേഖകന്റെ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്നു. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അതിന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, അതിന്റെ ആത്മാവിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ചിലരുടെ ആദരത്തെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ പോലെ, സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലിന്റെ സവിശേഷത എന്താണെന്നറിയാമോ? വാക്കുകൾ പുറപ്പെടാൻ വൈകത്തില്ല. ഞാൻ എത്രയോ പ്രാവശ്യം പുസ്തകം എഴുതാൻ ഇരുന്നിട്ടുണ്ടെന്നറിയോ? ആമേൻ. 100 പേപ്പറുള്ള കവറുകൾ സ്തോത്രം പലത് മാറിയിട്ടുള്ളതല്ലാതെ പുസ്തകം എഴുത്ത് നടന്നിട്ടില്ല. 2 വരി എഴുതും, 2 പേജ് എഴുതും, ചുരുട്ടി കൂട്ടി ഇഷ്ടപ്പെടാതെ ആമേൻ കളയും. വീണ്ടും എഴുതും, വീണ്ടും കളയും, വീണ്ടും എഴുതും, വീണ്ടും കളയും. എടാ, സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ നിനക്കിങ്ങനെ വലിച്ചു കീറി ചുരുട്ടിയെടുത്ത് എറിയേണ്ടി വരത്തില്ല, എഴുതിക്കൊണ്ടേയിരിക്കും. ആ വിധത്തിൽ ഈ രാത്രി തേജസ്സിന്റെ പുതപ്പിന്റെ കൈമാറ്റം നിന്റെ മേൽ വീണാൽ പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ, സ്വീകരിക്കാമെങ്കിൽ അത് സ്വീകരിച്ചോ. എത്തിപ്പിടിക്കാമെങ്കിൽ അതിനെ എത്തിപ്പിടിച്ചോ. ആത്മാവിൽ പ്രതികരിക്ക. ഇന്ന് രാത്രി അങ്ങനെ പ്രതികരിക്കുന്ന ഒരുവന്റെ മുൻപിൽ ദൂതുകളുടെ കലവറ ഈ കാലഘട്ടത്തിൽ സഭ കേൾക്കുന്നതിന് മായം ചേർക്കാതെ പറയുവാനുള്ള
ദൂതുകളുടെ കലവറ. നമ്മളെ വിളിച്ചിരിക്കുന്ന പേരെന്നറിയോ? കൊരിന്ത്യലേഖനം പറയുന്നു, ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. ദൈവിക മർമ്മങ്ങൾ ഒരു വലിയ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അതിനകത്തുനിന്ന് എടുത്ത് കൊടുക്കാൻ അവയുടെ ഗ്രഹവിചാരകന്മാരാ. നിന്നെ അതിന്റെ ഗ്രഹവിചാരകനാക്കി. ജീസസ്. എടാ, അതിനകത്ത് കിടപ്പുണ്ട്, ആവശ്യത്തിനുള്ളത് കിടപ്പുണ്ട്. ആമേൻ. നീ അതിനെ ചോദിക്കാൻ, നിനക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന്. നീ അതിനു വേണ്ടി ചോദിക്കാനൊന്നും 21 ഇരിക്കുമൊന്നും വേണ്ട. നീ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിനക്ക് എടുത്തു കൊടുക്കാം. പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ. ദൈവത്തോട് അത് ചോദിക്കാമെങ്കിൽ ചോദിച്ചോ. ഈ രാത്രി അത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഒരു ദൂതുണ്ടാക്കാൻ നാളുകൾ കുത്തിയിരിക്കുന്ന നിന്റെ ക്ഷാമങ്ങൾ തീരാൻ പോകുകയാണ്. നിന്റെ വെളിപ്പാടുകളുടെ ക്ഷാമങ്ങൾ തീരാൻ പോകുകയാണ്. ഒരു കൂട്ടത്തിന്റെ മേൽ ഈ രാത്രി അത് വീഴുന്നു. ഒരു കൂട്ടത്തിന്റെ മേൽ ഈ രാത്രി അത് പകരപ്പെടുന്നു. ഈ രാത്രി ദൈവിക മർമ്മങ്ങളുടെ കലവറകളുടെ കീ നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ കരത്തിലേക്ക് ദൈവം വെച്ചു തരികയാണ്. ഒരു ദിവസം ഞാൻ ഇവിടുത്തെ വർഷിപ്പ് ലൈവായി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്കിൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടായിരുന്നു. ദാവീദിന്റെ താക്കോൽ. ജീസസ്, നിങ്ങൾ മറന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദാവീദിന്റെ താക്കോൽ. അതേ ക്രമത്തിൽ ഈ രാത്രി നിന്റെ കയ്യിൽ ഒരു താക്കോൽ ദൈവം തരിക. ഈ രാത്രി നിന്റെ കയ്യിൽ ഒരു താക്കോൽ ദൈവം തരിക. ആ താക്കോൽ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്തിന്റെ താക്കോൽ. ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വത്തിന്റെ താക്കോൽ. ഇത് തന്നെയാ പ്രിയരെ യേശുവിൽ സംഭവിച്ചത്. അവന്റെ വസ്ത്രം മറുരൂപമലയിൽ വെളിച്ചം പോലെ വെണ്മ. എടാ, വസ്ത്രം എങ്ങനെ വെളുക്കുന്നേ? വസ്ത്രത്തിന് നഗ്നത മറയ്ക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ. പിന്നെ ഇതെങ്ങനെ വെളിച്ചം പോലെ വെണ്മയാകുന്നത്? എടാ, അത് വസ്ത്രത്തിന്റെ വെണ്മയല്ല, അത് ഇട്ടിരിക്കുന്ന ശരീരത്തിന്റെ വെണ്മയാ. അവന്റെ മുഖം സൂര്യനെ പോലെയായെങ്കിൽ അവന്റെ ശരീരം എങ്ങനെയായിരുന്നത്? ആ ശരീരത്തിൽ കിടന്ന വസ്ത്രം. ചലിക്കട്ടെ. ചലിക്കട്ടെ. Glory to God. Glory to God. മോശയ്ക്ക് കിട്ടിയത്, ഏലിയാവിന് കിട്ടിയത് യേശുവിന്റെ മുഖത്ത് ഉണ്ടായിരുന്നത്. 2 കൊരിന്ത്യലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലെത്തിയപ്പോൾ പൗലോസ് പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം
നമ്മുടെ ഹൃദയങ്ങളിൽ. എടാ, മോശയ്ക്ക് മുഖത്ത് കിട്ടിയത്, ഏലിയാവിന് പുതപ്പിൽ കിട്ടിയത്. ഈ തലമുറയിൽ വിശ്വസിക്കുന്ന എനിക്ക് മുഖത്തല്ല, പുതപ്പിലല്ല, വിശ്വസിക്കുന്ന എനിക്ക് അകത്തായിരിക്കുന്നത്. ഓ ബ്ലെസ്ഡ് ബി ദ നെയിം. വിശ്വസിക്കുന്ന നിനക്കത് അകത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന നിനക്കത് അകത്തിരിക്കുന്നു. മുഖത്തല്ല, പുതപ്പിലല്ല, മുഖത്തല്ല, പുതപ്പിലല്ല, നിന്റെ ഹൃദയത്തിൽ. ഞാൻ അതിന്റെ ഒരു ഭവിഷ്യത്ത് പറയാം. എടാ, മുഖത്തായിരുന്നെങ്കിൽ കുമ്പനാട് വിളിച്ച് ഒരു പുതപ്പിട്ട് കെട്ടി ഇങ്ങ് വിട്ടാൻ. അതിന് മേലാൽ ഇത് കാണിച്ചേക്കുന്നതല്ല. പുതപ്പിലായിരുന്നെങ്കിൽ മുളക്കട വിളിച്ചിട്ട് ആ പുതപ്പ് മേടിച്ച് അലമാരി വെച്ച് പൂട്ടിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. എടാ, ഇത് കെട്ടിവിടാൻ മുഖത്തും പിടിച്ചു വെക്കാൻ പുതപ്പിലുമല്ല, വിശ്വസിക്കുന്ന നമ്മുടെ അകത്തായിരിക്കുന്നത്. ഒരു സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു നേതാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓരോരുത്തരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത് നിന്റെ അകത്ത്. ഓ, ഇതിനൊരു വർധനമുണ്ട് കേട്ടോ. ഈ തേജസ്സിന് ഒരു വർധനമുണ്ട്, ഇതിനൊരു വർധനമുണ്ട്. ഇതെപ്പോഴാ വർദ്ധിക്കുന്നതെന്നറിയാമോ? എടാ, ക്യാരക്ടർ മാറാതെ തേജസ്സിന്റെ വർധനമുണ്ടാകത്തില്ല. നിന്റെ ക്യാരക്ടർ മോഡിഫിക്കേഷൻ സംഭവിക്കുന്നതനുസരിച്ച് നിന്റെ അകത്തുള്ള തേജസ്സിന് വളർച്ച ഉണ്ടാകും. ജീസസ്, ഈ രാത്രി റെജിപ്പാസ് വന്ന് കൈവെക്കുന്നത് കൊണ്ടോ, ആമേൻ, സുരേഷ് ബാബു കൈവച്ചത് കൊണ്ടോ, ആമേൻ, എം എ അങ്കിൾ കൈവെക്കുന്നത് കൊണ്ടോ, ഹലോ, റൈസൺ വന്ന് കൈവച്ചത് കൊണ്ടോ അല്ല നിന്റെ മേൽ തേജസ്സിന്റെ വർധനവ് സംഭവിക്കുന്നത്. നിന്റെ മേൽ തേജസ്സിന്റെ വർധനവ് സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുണ്ടായ ഒരു കൃപാവരമുണ്ട്. എന്നാൽ അതിന്റെ വളർച്ച, എന്നാൽ അതിന്റെ വർധനവ്, എന്നാൽ അതിന്റെ ഉയർച്ച, എന്നാൽ അതിന്റെ മഹത്വകരമായ ഒരു വളർച്ച നിന്നിൽ വെളിപ്പെടുന്നത് നിന്റെ ക്യാരക്ടർ ആമേൻ മാറുന്നതനുസരിച്ച്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ജീവിതത്തെ വചനപ്രകാരം ആത്മനിയോഗത്താൽ വ്യത്യസ്തരാക്കുന്ന ഒരു തലമുറ ഈ രാത്രി ഈ ഹോളിന്റെ അകത്തുണ്ടെങ്കിൽ ഈ രാത്രി നിന്നിലൊരു വലിയ വർധനവ്. വീണ്ടും കുടുങ്ങി തോറ്റുപോകുന്നവരിലല്ല, വീണ്ടും കുടുങ്ങി തോറ്റുപോകുന്നവരിലല്ല, ഒരിക്കൽ കൂടെ, വീണ്ടും കുടുങ്ങി തോറ്റു പോകുന്നവരിൽ അല്ല. വർദ്ധിക്കാൻ പോയി. ഇവിടെ തേജസ്സായിട്ട് അകത്തിരുന്നിട്ട് എന്നാ ഗുണം? 6-ാം അധ്യായത്തിൽ അത് അകത്തിരിക്കും, 6-ാം വാക്യത്തിൽ 4:6 അത് അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 7-ാം വാക്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി 6-ാം വാക്യത്തിൽ അതെന്തായിരുന്നു? തേജസ്. 7-ാം വാക്യത്തിൽ അതിന്റെ റിസൾട്ട് ഉണ്ട്, ശക്തി. ഈ രാത്രി നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് നിന്റെ കാലുകൾക്ക് വേഗത വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു ശക്തി നിന്നിൽ വെളിപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? തേജസ് നിന്റെ അകത്ത് വർദ്ധിക്കണം. തേജസ് അകത്ത് വർദ്ധിക്കുന്നതനുസരിച്ച് നിന്നിൽ നിന്ന് പുറത്തു വരുന്നതാണ് നിന്റെ ഔട്ട്കമാണ് ശക്തി. ഇതാ വർത്തമാനകാല തേജസ്. ഇതിന്റെ മീതയാണ് തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുന്നത്. എപ്പോ? കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ. മരിച്ചാൽ ഉയർക്കുമ്പോ, ജീവിച്ചിരുന്നാൽ രൂപാന്തരപ്പെടുമ്പോ, തേജസ്സിന്റെ മേൽ തേജസ്. തേജസ് എന്ന് പറഞ്ഞാൽ കീർത്തി, ശരീരകാന്തി, സൗന്ദര്യം. 85 വയസ്സുള്ള അപ്പച്ചൻ മരിച്ചപ്പോ സോഡാ കുപ്പി പോലെ കുഴിഞ്ഞ കവിളും 100 ഗ്രാം എണ്ണ കൊള്ളുന്ന തരത്തിൽ കുഴിഞ്ഞ കണ്ണും കൂനിയ ശരീരവുമായി വളരെ ക്ഷീണിതനായി ജരാനരകൾ ബാധിച്ചവനായി ഒരു പിതാവ് അടക്കം ചെയ്യപ്പെട്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോ ആ വിധത്തിലല്ല ഉയർക്കുന്നത്. ജീസസ് തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചു.
നമ്മുടെ പുനരുത്ഥാന ശരീരം എങ്ങനെ ഇരിക്കും? ഫിലിപ്പിയർ 3:21. അവൻ സകലത് തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, നമ്മുടെ താഴ്ചയുള്ള, ഒരുമിച്ച് പറഞ്ഞു, നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരം താഴ്ചയുള്ള, ആമേൻ, 8 വിധ താഴ്ചകൾ ഇതിനുണ്ട്. 1, ഇത് ദ്രവത്വമുള്ളത്. 2, ഇത് ബലഹീനമായത്. 3, ഇത് അപമാനമായത്. 4, ഇത് മർത്യമായത്. ഇങ്ങനെ 8 വിധ താഴ്ചകളാൽ നിറയപ്പെട്ട ഈ ശരീരം പുനരുത്ഥാനം പ്രാപിക്കുമ്പോഴോ, രൂപാന്തരപ്പെടുമ്പോഴോ എന്ത് സംഭവിക്കുന്നു? അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുത്ഥാന ശരീരത്തിൽ എന്താ സംഭവിക്കുന്ന മാറ്റം? നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരം യേശുവിന്റെ മഹത്വമുള്ള ശരീരം പോലെ ഇതെന്തു ഭാഗ്യം യേശുരാജനോടു ചേർന്നു ഞാനിതാ, ഇതെന്തു ഭാഗ്യം യേശുരാജനോടു ചേർന്നു. എന്ന ഭാഗ്യത് ജീസസ്. സ്പെക്സും വെച്ച് ദിവസവും ടാബ്ലറ്റും കഴിച്ച് നരച്ച് കോരച്ച് ഒരു വല്ലാത്ത പരുവത്തിൽ ചാത്ത് മണ്ണിനടി പോയി കഴിഞ്ഞിട്ട് കാകളനാദത്തെങ്കിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ 90ാമത്തെ വയസ്സിൽ ചുരുങ്ങിയ ശരീരവുമായി മണ്ണിപ്പോയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി. യേശുവിന്റെ മഹത്വമുള്ള ശരീരം എന്ന് പറയുമ്പോൾ അവന്റെ പുനരുത്ഥാന ശരീരം. അതിന്റെ സവിശേഷത എന്താന്ന് ഞാൻ പറയാം. ജീസസ്. ശിഷ്യന്മാര് വാതിലടച്ചകത്ത് കയറിയിരിക്കുക. ജനലടച്ചേക്ക്, വാതിലടച്ചേക്ക്. യഹൂദന്മാരെ പേടിച്ച അവരുടെ നടുവിൽ കർത്താവ് എന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം. കർത്താവ്, 1 മിനിറ്റ്, ആരാ വാതിൽ തുറന്നു വന്നേ? ആരാ ജനൽ തുറന്നത്? പിന്നെ എങ്ങനെ അകത്ത് വന്നേ? അതാ പുനരുത്ഥാന ശരീരം. ഓ ജീസസ്. തടയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരു ശരീരത്തിന് കല്ലറ പൊട്ടിച്ചിട്ട് ഉയർക്കേണ്ട കാര്യമില്ലായിരുന്നു. കല്ലറ പൊട്ടിക്കാതെ വേണമെങ്കിൽ കല്ലറയിൽ നിന്ന് പുറത്ത് വരായിരുന്നു. പക്ഷെ അവർ വിശ്വസിക്കുകയില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കല്ലറ പൊട്ടിച്ചത്. ഇപ്പൊ എനിക്ക് ഈ ഭിത്തി വഴി അപ്പുറത്ത് പോകാൻ കഴിയത്തില്ല. എനിക്ക് പോകാൻ വേണ്ടി അവിടെ വാതിലിട്ടിരിക്കുന്നത്. എന്നാൽ ഇത് പുനരുത്ഥാനം പ്രാപിച്ച ശരീരമാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വാതിൽ തപ്പേണ്ട കാര്യമില്ല. ഞാൻ ഇതിലേക്ക് കയറി അപ്പുറത്ത് പോകും. ഇതാ യേശുവിന്റെ ശരീരം. ഇങ്ങനൊരു ശരീരമാ. ഓ ജീസസ്. ഇങ്ങനൊരു, ഞാൻ അവിടെ നിർത്തിയ ഒരു കാര്യം പറയാം. ഉഴപിജാല് പോലെ കീറിയ ശരീരം അല്ലേ കർത്താവേ അങ്ങടെ? മുൾക്കിരീടം വെച്ച് അടിച്ചതല്ലേ? അതെ. ആണി അടിച്ചതല്ലേ? അതെ. എന്നിട്ട് ആണിപ്പാട് മാത്രമേ ഉള്ളല്ലോ. താടിരോമം വലിച്ചു പറിച്ച പാടില്ല, മുൾക്കിരീടം വെച്ച് അടിച്ച പാടില്ല, ഉഴപിജാല് പോലെ കീറിയ പാടില്ല. പിന്നെന്താ ഈ ആണിപ്പാട് മാത്രം? കർത്താവിന്റെ പ്രത്യേകത. അതിനെ കർത്താവ് ബാക്കിയെല്ലാം മാറിയിട്ട് ഇത് മാറാത്തെ? എടാ, അതിന്റെ ഏറ്റവും പിന്നിൽ ഒരുത്തിന് ഇരിക്കുന്നത് കണ്ടോ? തോമാച്ചൻ. ആണിപ്പാടിൽ വിരലിട്ടിട്ട് അല്ലാതെ വിശ്വസിക്കുകയല്ലെന്ന് പറഞ്ഞ അവൻ ഇരിക്കുന്നത്. എടാ, അവൻ അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ആണിപ്പാടുമായിട്ട് വരാനേ എനിക്ക് പറ്റൂ. നിങ്ങൾ കർത്താവിന്റെ ഹൃദയം നോക്ക്. മുൾക്കിരീടം വെച്ചത് കാണിക്കാനല്ലായിരുന്നു എളുപ്പം, അതോ വിലാപ്പുറം കാണിക്കാനായിരുന്നു? മുൾക്കിരീടം വെച്ചത് അടിച്ചത് കാണിക്കാനല്ലായിരുന്നു എളുപ്പം, പക്ഷെ കാണിച്ചതോ ആണിപ്പാടും. അതെന്താ മുൾക്കിരീടം കാണിക്കാൻ? കർത്താവ് വിരൂപനായിട്ടൊന്നുമല്ല ഇവിടെ വന്നേ. പിന്നെന്താ കർത്താവ് ആണിപ്പാട്? എടാ, അതിനകത്ത് വിരലിട്ടിട്ട് വിശ്വസിക്കാൻ ഇരിക്കുക. കർത്താവ് അവിടെ കൊണ്ട് നിർത്തിയില്ല. ആണിപ്പാടി വിരലിട്ടപ്പോ കർത്താവ് പറഞ്ഞു വിലാപ്പുറത്തോട്ട് ഇട്ടോളാൻ പറഞ്ഞു. ജീസസ്. എന്റെ ചിന്ത ഞാൻ പറയുകയാണ്. തോമസ് കർത്താവിന്റെ വിലാപ്പുറത്തേക്ക് വിരലിട്ടിട്ട് വിളിച്ച ഒരു വിളിയുണ്ട്. ഉലക ചരിത്രത്തിൽ ആരെങ്കിലും ഒരുത്തൻ കർത്താവിനെ വിളിച്ചിട്ടുള്ളതിൽ ഏറ്റവും തീവ്രതയേറിയ ഒരു വിളി
എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ. ഇത്ര തീവ്രതയേറിയൊരു വിളി തോമസേ നിന്റെ വായിൽ നിന്ന് എങ്ങനെ വന്നു? എൻ്റെ ചിന്ത ഞാൻ പറയുക, തോമസിന്റെ കൈയില്ലേ, കൈ വിലാപ്പുറത്തേക്ക് ഇട്ടപ്പോ എൻ്റെ ചിന്ത ഞാൻ പറയുക, അവന്റെ വിരൽ തുമ്പ് ചെന്ന് തൊട്ടത് കർത്താവിന്റെ പിടച്ച് വികസിക്കുന്ന ഹൃദയത്തിന്റെ സ്പന്ദനത്തിലാണ്. ആ വിരൽ എന്ന് അവിടെ മുട്ടിയപ്പോ തോമസ് അറിയാതെ വിളിച്ചു പോയത് എൻ്റെ ദൈവവും. ജീസസ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ആരാധനകളിൽ അലക്ഷ്യമായി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. ദൈവത്തിന്റെ ഹൃദയ സ്പന്ദനത്തെ വിരൽ തുമ്പുകളിൽ തൊട്ടറിയാൻ നമുക്ക് കഴിയാത്തതാ. ജീസസ്. ലാംഷാന റാംധുനി ആർത്തുനോ ലാംഷൽ ജാന സാന്ധിനി. അമ്മേൻ. കർത്താവ് വാതിൽ തുറക്കാതെ അവരുടെ നടുവിൽ പോയി നിൽക്കുക. ഈ ശരീര സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്താണ്. ഒന്ന് നോക്കിക്കേ, ഈ ശരീരത്തിലോട്ടൊക്കെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ഈ ശരീരം അവന്റെ ശരീരം പോലെ 60 വയസ്സിന്റെ ക്ഷീണമൊക്കെ ഇല്ലേ ഈ ശരീരത്തിൽ? ഈ ശരീരം യൗവനയുക്തമായ ഒരു ശരീരമായി മാറാൻ പോവാ അവനെ കണ്ടു കഴിയുമ്പോ. ജീസസ്. ഇവിടെയാ തേജസ്കരണം ആരംഭിക്കുന്നത്. സമയമില്ല നിന്ന് പറയാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. അല്പം നേരം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുക. ജീസസ്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം എടുക്കണ്ട 2-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ. നമ്മൾ അവനെ എങ്ങനെ കാണും? കമോൺ, ഒന്നുകൂടെ പറ. നാം ഇരിക്കുന്നത് പോലല്ല, അവൻ ഇരിക്കുന്നത് പോലെ. ഒരുമിച്ച് പറ. എങ്ങനെ അവൻ ഇരിക്കുന്നത്? തലയ്ക്ക് ചുറ്റും പട്ടപ്രകാശം ഉള്ളവനായിട്ടല്ല. വേറൊരു ഫോട്ടോ കണ്ടിട്ടില്ലേ? താടിക്ക് കൈയൊക്കെ കൊടുത്ത് ജപ്തി നോട്ടീസ് വന്ന കൃഷിക്കാരനെ പോലെ എന്താണോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ മൈക്കിൾ ആഞ്ചലോയുടെ യേശുവ, ഡാവഞ്ചിയുടെ യേശുവ. ഇങ്ങനെയൊന്നുമല്ല താതന്റെ സന്നിധി എൻപേർക്ക് പക്ഷപാതം ചെയ്യുന്ന യേശു സ്വർഗത്തിൽ ഇരിക്കുന്നത്. അവൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ യോഹന്നാനോട് ചോദ്യം. അവന്റെ തലമുടി വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം മെന്മ, അവന്റെ കണ്ണ് അഗ്നിജ്വാല, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ മാറത്ത് പൊൻകച്ച, അവന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ, അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ അവൻ ഉലാവുന്നു. ഇങ്ങനെയാ അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നത്. ഇങ്ങനെ ഞാൻ അവനെ കാണുന്നത് ആകൊണ്ട് ഈ ഞാൻ അവനോട് സദൃശ്യന്മാർ. ജീസസ്. അവനോട് സദൃശ്യന്മാർ. അവന്റെ തലമുടി എങ്ങനാ? വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മ. അവനെ കണ്ടാൽ ഞാൻ അവനെ പോലെ ആകുമെങ്കിൽ എന്റെ തലമുടി എങ്ങനെയാകും? വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മ. അവന്റെ കണ്ണ് അഗ്നിജ്വാല, എന്റെ കണ്ണോ? അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, എന്റെ ശബ്ദമോ? അവന്റെ മാറത്ത് പൊൻകച്ച, എന്റെ മാറത്തോ? അവൻ ഇരിക്കുന്നത് പോലെ ഞാൻ അവനെ കണ്ടാൽ. പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ. ഈ ഞാൻ അവനെ പോലെ. ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം. ഇതിനാ നമ്മൾ ഇറങ്ങിയത്. ബെൻസിന് വേണ്ടി അല്ല ഇറങ്ങിയത്. 3300 സ്ക്വയർ ഫീറ്റ് ലക്ഷറിയസ് വില്ലയ്ക്ക് വേണ്ടി അല്ല ഇറങ്ങിയത്. ഒരു US വിസയ്ക്ക് വേണ്ടി അല്ല ഇറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേജിന് വേണ്ടി അല്ല ഇറങ്ങിയത്. ആമേൻ. ഏതോ ഒരു TV തല കാണിക്കാൻ വേണ്ടി അല്ല ഇറങ്ങിയത്. ആരൊക്കെയോ ആദരിക്കാൻ വേണ്ടി അല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അവനെ പോലെ ആകുക. ഇതാ നമ്മുടെ വിളിയുടെ ഉദ്ദേശം. ഇതാ തേജസ്കരണം. സ്വർഗീയന്റെ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയന്റെ പ്രതിമയും ഈ പുറമേ ഉള്ളത് അങ്ങ് ഊരിക്കളഞ്ഞിട്ട്. ആമേൻ. അത് തെളിയിക്കാൻ പറ്റും, സമയമില്ല, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. പുറമേ ഉള്ളത് അങ്ങ് ഊരിക്കളഞ്ഞിട്ട്
മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. വിതച്ചത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയാ. പക്ഷെ കിളിർത്ത് വന്നത് മണിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കിളിർപ്പാ. മണിയുടെ നിറമാണോ കിളിർത്ത് വന്നതിന്? മണിയുടെ രൂപമാണോ? ഇതുപോലെ വിതച്ചത് ഈ ശരീരം, ഉയർത്തു വന്നത് അവന് തുല്യമായ ഒരു ശരീരം, അവന്റെ സൗന്ദര്യത്താൽ നിറയപ്പെട്ടത്. ഇതാ തേജസ്കരണം. എനിക്ക് അതിൽ കൂടുതൽ ഈ സമയം കൊണ്ട് പറയാൻ കഴിയത്തില്ല. ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. ആർക്കെങ്കിലും ഇത് കിട്ടാതെ പോയി എന്ന് വന്നാൽ, ജീസസ്, എൻ്റെ സഹോദരങ്ങളെ, ഒത്തിരി പേർക്ക് ഈ തേജസ് കിട്ടാതെ പോകാൻ പോകുക. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടെങ്കിലല്ലേ ഇതൊക്കെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഒത്തിരി ആളുകൾ ജീസസ് കൈവിടപ്പെടാൻ പോകുക. ആമേൻ. കഴിഞ്ഞ ദിവസം അങ്കിളുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഭയം തോന്നി. ആമേൻ. അതിനു മുൻപ് എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ട്. നിങ്ങൾ പലരും കണ്ടു കാണും. 3 മിനിറ്റ് 49 സെക്കൻഡ് ദൈർഘ്യമുള്ള 3 മിനിറ്റ് 49 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയുടെ കണ്ടന്റ് ഇതുപോലൊരു കൂട്ടായ്മ, ഒരു പാസ്റ്റർ നിന്ന് പ്രസംഗിക്കുന്നു. പ്രസംഗത്തിൻ്റെ മധ്യേ പൊടുന്നനവേ ഒരു ഇരമ്പൽ. സദസ്സിലെ 85% ആളുകൾ എടുക്കപ്പെട്ടു, പ്രസംഗത്തിന് ഉൾപ്പെടെ. 15% ആളുകൾ ശേഷിക്കപ്പെട്ടു. എടുക്കപ്പെട്ടു. ശേഷിച്ചവരുടെ മാനസിക വിഭ്രാന്തി എന്നെ വല്ലാതെ സ്പർശിച്ചു. തിരുവനന്തപുരം PMG ചർച്ചിന്റെ മീറ്റിങ്ങിന് പ്രസംഗിച്ചിട്ട് രാത്രിയിലെ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വേണ്ടി 4ാം നിലയിലുള്ള ഗസ്റ്റ് റൂമിലേക്ക് ഞാൻ കയറി പോകുമ്പോൾ തിരുവനന്തപുരം വിക്രം സാരാഫ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 4ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സാനു സണ്ണി അവൻ്റെ ലാപ്പുമായി എന്നോടൊപ്പം കയറി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങളെ ഒരു വീഡിയോ കാണിക്കുക. അങ്ങനെ കണ്ടതാ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് അസ്വസ്ഥനായി. ഞാൻ പറഞ്ഞു, മോനെ മതി, വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ കൈവിടപ്പെട്ടവരുണ്ടല്ലോ, കൈവിടപ്പെട്ടവർ ജീസസ്. ചിലർ ബൈബിൾ എടുത്ത് മുഖത്ത് പൊത്തിപ്പിടിച്ച് കരയുന്നു. അവർക്ക് മനസ്സിലായി എന്താ സംഭവിച്ചെന്ന്. മറ്റു ചിലർ തറയിൽ വീട് കിടക്കുന്നു. വേറെ ചിലർ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടുന്നു. ഈ രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം ഇവിടെ ശരിയായില്ലെങ്കിൽ നാളെ ഞാൻ തെക്കേമല പ്രസംഗിച്ച് ശരിയാക്കും. മറ്റന്നാളത്ത് തിരുവനന്തപുരം കല്ലിയൂർ പ്രസംഗിച്ച് ശരിയാക്കും. ഇതല്ലെങ്കിൽ സ്തോത്രം ശനിയാഴ്ച എറണാകുളം പിറവത്ത് പ്രസംഗിച്ച് ശരിയാക്കാം. എവിടെയെങ്കിലും പ്രസംഗിച്ച് ശരിയാക്കാം. ഇന്ന് ജോഷുവയുടെ പാട്ട് ഇവിടെ ശരിയായില്ലെങ്കിൽ നാളെ പാടി ശരിയാക്കാം. ഇന്ന് റോയ് ബ്രദറിന്റെ പാട്ട് ശരിയായില്ലെങ്കിൽ നാളെ പാടി ശരിയാക്കാം. നമ്മൾ വാങ്ങിയ വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിറ്റിട്ട് മറ്റൊന്ന് വാങ്ങാം. പക്ഷെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ വേറെ എന്തിനും ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. ഈ ചിന്ത എന്നെ വല്ലാതെ സ്പർശിച്ചു. ലാപ്പ് ഓഫ് ചെയ്ത് അവൻ ഇറങ്ങിപ്പോയപ്പം 3.5 മണിക്കൂർ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഒറ്റ കാര്യം, എന്നെ കൈവിടരുത്. പാസ്റ്റർ, ഇത്രയും പ്രസംഗിക്കുന്ന നിങ്ങൾ കൈവിടപ്പെടുവോ? ഇല്ലെന്ന എന്റെ ബോധ്യം. പക്ഷെ പൗലോസിന്റെ ഒരു വാക്കെന്നെ പേടിപ്പിക്കുന്നു. പൗലോസ് പറയുന്നത്, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ജീസസ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട എണ്ണമറ്റ സഭകൾ സ്ഥാപിച്ച 14 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് എഴുതിയ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചുവെന്ന് പറഞ്ഞ പൗലോസിന് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ് വല്ല വിധേനയും ആണെങ്കിൽ, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചുവെന്ന് പറഞ്ഞ പൗലോസിന് അത് വല്ല വിധേനയാണെങ്കിൽ, 1-ാം മുഖ പ്രസംഗം കൊണ്ട് ഒരു സീസൺ കഴിക്കുന്ന ഒരു കുട്ടി പ്രസംഗകനായി എന്റെ കാര്യമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ കൈവിടരുത്.